മാതാവിനും ദേവകുമാരനും 1000 നന്ദി. എൻ്റെ പേര് ഡോൺ ബോസ്കോ ജിജി. ഞാൻ ഇടുക്കി രൂപതയിൽ നിന്നും വരുന്നു. എനിക്കിവിടെ എന്താ പറയേണ്ടതെന്ന് കറക്റ്റായിട്ട് ഒന്നും അറിയത്തില്ല. ഞാൻ 2020 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഈ തവണയും കൂടെ കൂട്ടി 4ാമത്തെ ഉടമ്പടി പുതുക്കാനാണ് ഞാൻ വന്നത്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഈ 4 ഉടമ്പടിയിലും ആദ്യത്തെ ഉടമ്പടി നല്ലപോലെ ചെയ്തെങ്കിലും ബാക്കിയുള്ള ഉടമ്പടിയെല്ലാം ഞാൻ ഉഴപ്പുമായിരുന്നു. അച്ഛൻ്റെ പ്രസംഗം കേൾക്കുമ്പോഴും എല്ലാം വിഷമം വരുമെങ്കിലും വേറെ ഒന്നും ചെയ്യുന്നില്ല. രാവിലെ ചില ദിവസങ്ങളിൽ ഏക്കാൻ പറ്റുകയില്ല. പിന്നെയും ഞാനൊരു ദിവസം കഴിയുമ്പോൾ പിന്നെയും തുടങ്ങും, പിന്നെയും മുടങ്ങിപ്പോവും. ആദ്യമൊന്നും എനിക്ക് നിയോഗങ്ങൾ വെക്കുമ്പോൾ ഒത്തിരി നിയോഗങ്ങളൊന്നും ഇല്ലായിരുന്നു. എനിക്ക് പുറം രാജ്യത്തോട്ട് പഠിക്കാൻ പോകണമെന്നായിരുന്നു ആഗ്രഹം 2020 വരുന്ന സമയത്ത്. അതിനുശേഷം ഡിഗ്രി കഴിഞ്ഞു. ഞാൻ ജർമ്മൻ പഠിക്കാൻ പോകാമെന്ന് തീരുമാനമെടുത്തു. അങ്ങനെയാണ് ഞാൻ അതിനുശേഷം ആദ്യമായിട്ട് ജർമ്മൻ പഠിച്ചുകൊണ്ടിരുന്നത്. ഒരു 2 മാസം കഴിഞ്ഞപ്പം ഞാൻ ഉടമ്പടി എടുക്കാൻ വരുന്നത്. അപ്പം ഞാൻ ഒന്നാമത്തെ നിയോഗമായിട്ട് എൻ്റെ ചേച്ചിക്ക് വേണ്ടി വെച്ചു. ചേച്ചിക്ക് PCOD കാരണം 2 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അവരതിൻ്റെ അകത്ത് ഒത്തിരി സങ്കടപ്പെടുന്നുണ്ടായിരുന്നു. അവരും വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്നാമത്തെ നിയോഗമായിട്ട് എൻ്റെ ചേച്ചിക്ക് വേണ്ടി വെച്ചു. ആ ഉടമ്പടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ 2 മാസം കഴിഞ്ഞപ്പോൾ ചേച്ചി ക്യാരിയിങ് ആണെന്ന് പറഞ്ഞ് എന്നോട് ചേച്ചി വിളിച്ചു പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം വന്നു. കാരണം ഞാൻ അതിൻ്റെ അകത്തും ഉടമ്പടി തെറ്റിക്കുന്നുണ്ട്, ചെയ്യുന്നില്ല. ചില ദിവസം രാവിലെ ഏക്കാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ ഒരു 6 മണി കഴിഞ്ഞ് ചെയ്യാമെന്ന് ഓർക്കും, പക്ഷേ ചെയ്യും, പിന്നെ മുടങ്ങിപ്പോവും. അങ്ങനെയായിരുന്നു എൻ്റെ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഞാൻ ജർമ്മൻ പഠിക്കാൻ പോയി. ഇപ്പം ഞാൻ ജർമ്മൻ പഠിക്കാൻ പോയിട്ട് വെറും 8 മാസം ആകുന്നേ ഉള്ളൂ. ഞാൻ സെപ്റ്റംബറിലാണ് ആദ്യമായിട്ട്, സെപ്റ്റംബർ 4 ഞാൻ ജർമ്മൻ പഠിക്കാൻ പോകുന്നത്. ആ സമയത്ത് പോയി ഇപ്പം കൃത്യം 8 മാസമാകുന്നു. എനിക്കറിയത്തില്ല, ഞാൻ A1 പഠിച്ചു, A2 പഠിച്ചു, B1 പഠിച്ചു. എല്ലാവരും സാക്ഷ്യം കേൾക്കുമ്പോൾ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. B2 എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് നമുക്ക് ഒരു ബാലികാ മല തന്നെയാണ്. എനിക്കറിയത്തില്ല അതെങ്ങനെ പാസ്സാകുന്ന പോലും അറിയത്തില്ല. ഞാൻ ശരിക്കും സംസാരിക്കുന്ന ഒരാളല്ല. എല്ലാം ചെയ്തു. പക്ഷേ എനിക്ക് എങ്ങനെയോ ഒരു തോന്നൽ തോന്നി, എനിക്കിനി എക്സാം എഴുതിയേക്കാമെന്ന്. ഞാൻ B1 മാത്രമേ പഠിച്ചിട്ടുള്ളൂ. B2 ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോയി ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ ഭരണങ്ങാനം അസീസിലാണ് പഠിച്ചത് B1 വരെ. പക്ഷേ ബാക്കി ഞാൻ പഠിച്ചില്ല. അതിൻ്റെ കൂട്ടുകാർ വഴി ജസ്റ്റ് കുറച്ച് ക്ലാസ് കൂടി ഇങ്ങനെയൊക്കെ ആയി. കുറച്ച് ക്ലാസ്സൊക്കെ ആയിട്ട് ഞാൻ B2 ഇങ്ങനെ എഴുതാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുകയാണ്. ആ സമയത്താണ് എനിക്ക് ഒരു ഹൈദരാബാദ് എക്സാമിന് ഡേറ്റ് എടുത്തരാമെന്ന് പറഞ്ഞ് ഒരു ചേച്ചി വരുന്നത്. ആ ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഞാൻ 25,000 രൂപ കൊടുത്ത് ഡേറ്റിന് വേണ്ടി അപ്ലൈ ചെയ്തു. അപ്പം എൻ്റെ ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും ഹൈദരാബാദ് തന്നെയാണ് താമസം. അപ്പം ഞാൻ നേരത്തെ അങ്ങോട്ട് പോയി, ക്ലാസ്സൊന്നും കൂടുന്നില്ല. ഞാൻ നേരത്തെ ഹൈദരാബാദിലോട്ട് പോയി, എക്സാം എഴുതുന്ന ഡേറ്റ് ആകുമ്പോഴത്തേക്കും ചെല്ലാറോ എന്ന് ഓർത്ത്. അപ്പോൾ ചേച്ചി പറഞ്ഞു, കൺഫർമേഷനാണ്, നീ പൊക്കോ, ഒരു കുഴപ്പമില്ല. അവിടെ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു, എടാ ആ ഡേറ്റ് കിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആകെ വിഷമമായി. കാരണം എക്സാം എഴുതാൻ വേണ്ടി കുത്തിയിരുന്ന് പഠിക്കുന്നു, B2 അറിയത്തില്ല, എന്നാലും ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് പോവുക. അവിടെ ചെന്നു എക്സാം എഴുതാൻ ചെല്ലുന്ന സമയമായപ്പോഴത്തേക്കും എക്സാമിന് ഡേറ്റ് ഇല്ലെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി എന്നാൽ എനിക്ക് ആ പൈസ റീഫണ്ട് ചെയ്ത് തന്നാലേ, ഞാൻ വേറെ എവിടെയും നോക്കിക്കോളാം. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഇപ്പം തന്നെ ചെയ്തേക്കാൻ 2 ദിവസം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും എനിക്ക് ഹൈദരാബാദിൽ നിന്ന് വേറൊരു മെയിൽ അയക്കേണ്ട ഒരു ഓപ്ഷൻ വന്നു, ഡേറ്റ് എടുക്കണ്ടേ. അപ്പം ഞാൻ അപ്പം തന്നെ ചേച്ചിയോട് ചോദിച്ചു, തരാമെന്ന് ചോദിച്ചു. ചേച്ചി പറഞ്ഞു, മോനെ തരാൻ 2 ദിവസം, എൻ്റെ കൊച്ച ആശുപത്രിയിലാണ്, അപ്പം അവന് ഹോസ്പിറ്റൽ കേസ് ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ എനിക്ക് എന്തോ പോലെ ഞാൻ പറഞ്ഞു, ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് മതി, ഞാൻ വേറെ എവിടെയെങ്കിലും ചെയ്തോളാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ആ ഡേറ്റ് പോയി. അതിനുശേഷം ഹൈദരാബാദിലെ ഡേറ്റിന് വേണ്ടി അപ്ലൈ ചെയ്തു. അത് അടുത്ത മാസത്തേക്ക് അപ്ലൈ ചെയ്തത്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പൈസ നമ്മൾ പിന്നെയും അടച്ചു. പൈസ അടച്ചു കഴിഞ്ഞപ്പോൾ അത് സെൻഡായി. പക്ഷേ ഒരു കാരണവശാലും അത് അവിടെ ചെന്നതായിട്ട് അവർ അംഗീകരിക്കുന്നില്ല, ഞങ്ങൾക്കിവിടെ വന്നിട്ടില്ലെന്നാണ് പറയുന്നത്. പിന്നെ എല്ലാ ദിവസവും ഹൈദരാബാദിലെ എക്സാം സെൻറ്ററിലോട്ട് വിളിയായി. അവസാനം വിളിച്ച് എൻ്റെ പേര് അവർക്ക് കാണാതെ അറിയാം. ഡോൺ ബോസ്കോ എന്ന് പറയുന്നത്, സാർ ഇപ്പോൾ തന്നെ ശരിയാക്കി വിട്ടേക്കാം, അങ്ങനെയാണ് പറയുന്നത്. ലാസ്റ്റ് ഇത് നടക്കുന്നതിന് മുമ്പ് ഞാൻ എന്നിട്ട് ആ ചേച്ചിനെ വിളിക്കാൻ തുടങ്ങി. ചേച്ചിയെ പൈസ എന്നതാ, ഞാൻ വീട്ടിൽ പറയാതെയാണ് ഹൈദരാബാദിലെ വേറെ പൈസ കൊടുത്തത്. ചേച്ചിയോട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ആ ചേച്ചിനെ വിളിക്കുമ്പോൾ ചേച്ചി ഇപ്പോൾ തരാമെന്ന് പറഞ്ഞു. ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ചേച്ചി ഫോൺ എടുക്കുന്നില്ല. ഞാനൊരു ദിവസം ഒരു 100 വിളി വിളിക്കും, എടുക്കുകയില്ല. മെസ്സേജ് അയക്കും. ഞാൻ അവസാനം പറഞ്ഞു, ചേച്ചി എൻ്റെ മര്യാദയ്ക്ക് ഞാൻ ചേച്ചിയോട് പറഞ്ഞു ഒന്ന് താ. അവസാനം ഞാൻ കെഞ്ചി പോലെ പറഞ്ഞു, എന്നിട്ട് നടക്കുന്നില്ല. അപ്പം ഒരു കാര്യവും നടക്കുന്നില്ല. ഹൈദരാബാദിൽ കൊടുത്തതും നടക്കുന്നില്ല, ഈ ചേച്ചിയുടെ കൊടുത്ത പൈസയും തിരിച്ച് കിട്ടുന്നില്ല. എനിക്കൊന്നും അറിയത്തില്ല എന്ന് ചെയ്യണം. ഞാൻ ഉടമ്പടി തെറ്റിക്കുന്നതും ഇടയ്ക്കുണ്ട്. അപ്പം എനിക്ക് തോന്നി ഞാനിതെല്ലാം ചെയ്യുന്നതുകൊണ്ട് എനിക്കുള്ള ഒരു ശിക്ഷയായിട്ടായിരിക്കും എന്ന് ഓർത്തു. എനിക്ക് പിന്നെ ഒരു ഓപ്ഷനുമില്ല. ഞാൻ ചേച്ചിയുടെ അടുത്ത് പോയപ്പോഴും ഉടമ്പടി പത്രമുണ്ട്, ഞാൻ ട്രെയിനിൽ വെച്ചൊക്കെ ചെല്ലുന്നുണ്ട്, പക്ഷേ വേറൊന്നും ചെയ്യുന്നില്ല, ഇടയ്ക്ക് മുടങ്ങി പോകുന്നുണ്ട്. ഞാനവിടെ ചെന്നു. ഞാൻ വൈകുന്നേരമായിരുന്നു, ചേച്ചിയൊക്കെ പുറത്ത് പോയിക്കോ. ഞാൻ പെട്ടെന്ന് വാതിലടച്ചു. ഞാൻ അതുപോലെ കരഞ്ഞൊരു ദിവസം എൻ്റെ മുമ്പിലില്ല. എനിക്ക് അത്ര ഞാൻ ഒരിക്കലും കരഞ്ഞിട്ടില്ല. ഞാൻ മാതാവിന് മുമ്പിൽ മുട്ടുകുത്തിയെന്ന് അലറി കരഞ്ഞെന്ന് പറയാം, ആരും കേൾക്കാതെ. വായി പൊത്തിയാണ് ഞാൻ കരഞ്ഞത്. ഞാൻ പറഞ്ഞു, മാതാവി എനിക്കത് വേണം, ഒത്തിരി പൈസയൊന്നും എൻ്റെ ഇല്ല, ഞാനിത് എവിടുന്ന് ഇനി വീട്ടുകാരോട് പറയുമെന്ന് അറിയത്തില്ലാതെ ഞാൻ നിൽക്കുക.
ആ സമയത്ത് എനിക്ക് മാതാവ് തരുമെന്ന് എനിക്ക് അറിയാമെന്ന് ഉറപ്പ് ഞാൻ എണ്ണയും കാശ് രൂപം കയ്യിലുണ്ട്. 4 വർഷമായിട്ട് എൻ്റെ കഴുത്തിലൊരു കൊന്തയുണ്ട്. അതേ അമ്മ മാതാവിൻ്റെ ആ കാശ് രൂപം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതുവരെ അത് ഊരാനൊരു ഇടം എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ എന്നിട്ട് പ്രാർത്ഥിച്ച് കരഞ്ഞ് അളിയൻ്റെ ബൈക്കും എടുത്ത് ഞാൻ പുറത്തോട്ട് പോയി. ജസ്റ്റ് ഒരു കടയിൽ ചെന്ന് സാധനം മേടിക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറയുക. അപ്പോൾ അവർ ചോദിച്ചു എന്നാ മലയാളികൾ അവിടെയുള്ള റെസ്റ്റോറൻറ്റുകാർ എന്നാ ഞാൻ പറഞ്ഞു പൊടി പോയതാണെന്ന് പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ ഫോൺ എടുക്കുമോ അത്രയും ദിവസം എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് ചേച്ചി, ഫോൺ എടുക്കാത്ത ചേച്ചി, മെസ്സേജ് അയച്ചിട്ട് എടുക്കാത്ത ചേച്ചി, വേറൊരു അക്കൗണ്ടിൽ നിന്ന് എനിക്ക് ആ പൈസ മൊത്തം ഫണ്ട് ചെയ്തേക്കുക. അത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് കരച്ചിൽ. ഞാൻ അപ്പം തന്നെ എൻ്റെ അമ്മേനെ വിളിച്ച് പറഞ്ഞു കിട്ടി, ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. ഇതൊന്നും എൻ്റെ കഴിവല്ല, ഉടമ്പടി തെറ്റിക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം കിട്ടുമ്പോഴത്തേക്കും ഞാൻ കരഞ്ഞു പോകും. മാതാവിനോട് ഒത്തിരി ഇഷ്ടമുണ്ട്, പ്രാർത്ഥനയുണ്ട്. പക്ഷേ ഉടമ്പടി തെറ്റുന്നത് മാത്രം എനിക്കത് തെറ്റായിട്ട് കാണുന്നുള്ളൂ. അങ്ങനെ ഇരിക്കുക. അപ്പോൾ എനിക്ക് ഒത്തിരി ഹാപ്പിയായി, ദൈവമേ കിട്ടുക. അപ്പോഴത്തേക്കും ഹൈദരാബാദിൻ്റെ ഡേറ്റിൻ്റെ കേസായി. അവിടെ അവർ കിട്ടുമല്ലെന്ന് പറയുന്ന രീതിയിലായി ലാസ്റ്റ്. അപ്പോഴത്തേക്കും ഞാൻ കൊച്ചി ട്രിവാൻഡ്രം ഗൊയ്ത്തയിൽ മെയിൽ അയച്ചു, ഒരു എക്സാം ഡേറ്റ് കിട്ടണേ, എനിക്ക് എങ്ങനെയും ഒന്ന് എക്സാം എഴുതണം. അപ്പം കൊച്ചി ട്രിവാൻഡ്രം മെയിൽ അയച്ച് എക്സാമിൻ്റെ ഡേറ്റ് വരുമ്പോൾ ഞാൻ ആദ്യം മാതാവിനോട് പ്രാർത്ഥിച്ചു. ഇവർ പറഞ്ഞിരുന്നത്, ഹൈദരാബാദ് പറഞ്ഞിരുന്നത് മെയ് ലാസ്റ്റാണ് എക്സാം എന്നാണ്. അപ്പം കൊച്ചി ട്രിവാൻഡ്രത്തിൻ്റെ വരുന്നത് മെയ് 1. അപ്പം ഞാനാണെങ്കിൽ പ്രാർത്ഥിച്ചു, മാതാവ് എനിക്കൊരു ഡേറ്റ് തരുവാണെങ്കിൽ മെയ് 1 തരണം. മെയിൽ അയച്ച് കിട്ടുന്നത് ഹൈദരാബാദിൽ കിട്ടുന്നത് ലാസ്റ്റാണെന്ന് എനിക്ക് അറിയുകയും ചെയ്യാം. കുറേ ദിവസമായിട്ട് മെയിൽ അയച്ചു, ഒന്നും വരുന്നില്ല, ഇവരുടെ കൺഫർമേഷൻ വരുന്നില്ല. ഞാനൊരു ദിവസം രാവിലെ 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥന എല്ലാം വേണ്ടി ആ സമയത്ത് ഞാൻ കറക്റ്റായിട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ 5:30 ഏറ്റു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ആരുമില്ല, ചേച്ചിയെല്ലാം അവരെല്ലാം ഉറക്കമാണ്. ഞാനാണെങ്കിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കിന്ന് കൺഫർമേഷൻ മെയിൽ വരണം, അല്ലാതെ എന്നെക്കൊണ്ട് പറ്റുകയില്ല. ഞാൻ എന്തോരം നാളായിട്ട് നോക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് പഠിക്കാനുണ്ടായിരുന്നു ഒത്തിരി സങ്കടവും കരച്ചിലും. കാരണം ഞാൻ കയറി പിന്നെയും കിടന്നൊന്നും ഉറങ്ങി. രാവിലെ ഒരു 11 മണിയായപ്പോൾ ചുമ്മാ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഹൈദരാബാദിൽ നിന്ന് മെയിൽ വന്നേക്കുക, നിങ്ങൾക്ക് കൺഫർമേഷൻ ആയിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പോഴത്തേക്കും എനിക്ക് പിന്നെയും കരച്ചിൽ വരാൻ തുടങ്ങി. പിറ്റേ ദിവസം രാവിലെ ഇനിയും ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പോവാം. നമ്മൾ സാക്ഷ്യം കേൾക്കുമ്പോൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ എനിക്ക് മാത്രം തന്നെ ഇങ്ങനെയൊന്നും വരാത്ത ഞാൻ ഒത്തിരി ആലോചിക്കും. അപ്പോൾ ഞാനത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഏറ്റു. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസാണ്, മാതാവ് എനിക്ക് തരാൻ തുടങ്ങി, ഇനി എൻ്റെ കയ്യിലെല്ലാം എന്ന് പറഞ്ഞ് ഞാൻ പിറ്റേ ദിവസം ഏറ്റു. മാതാവ് തരുന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാതാവേ എനിക്ക് കൊച്ചിയിലും ഡേറ്റ് വേണം, ആ ഡേറ്റ് നാളെ തന്നെ വരുകയും വേണം, വരുന്നത് ആദ്യത്തെ ആഴ്ച തന്നെ കിട്ടണം എന്ന് പറഞ്ഞു. അത് കൊച്ചിയിൽ തന്നെ കിട്ടണമെന്നും പറഞ്ഞു. ഇത് ഡേറ്റ് വരുന്നത് ഒന്നെങ്കിൽ കൊച്ചിയിലായിരിക്കും, അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തായിരിക്കും. ഒന്നെങ്കിൽ ആദ്യത്തെ ഒരാഴ്ച അല്ലെങ്കിൽ ലാസ്റ്റത്തെ ഒരാഴ്ച വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ അടച്ച പൈസ എല്ലാം പോവുകയും ചെയ്യും. ഹൈദരാബാദിലെ എക്സാം മാത്രം എഴുതാനും പറ്റുള്ളൂ. അത്ര നേരം ഹൈദരാബാദ് ഉണ്ടെന്ന് ഓർത്ത് തന്നെ നമ്മൾ ഇരിക്കുക, കൺഫർമേഷൻ വന്നിരിക്കുക. അപ്പം രാവിലെ പ്രാർത്ഥന കഴിഞ്ഞ് അന്ന് പഠിച്ച് ഒരു 9 മണിയായപ്പോൾ എൻ്റെ കൂട്ടുകാരനെ വിളിച്ചു. ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മെയിൽ വന്നു. നോക്കിക്കഴിഞ്ഞപ്പോൾ കൊച്ചിയിലെ മെയിൽ എനിക്ക് വന്നു, കൺഫർമേഷൻ ആയിട്ടുണ്ടെന്ന് പറഞ്ഞ്. അതും 3, 4 എന്ന ദിവസങ്ങളിൽ ആദ്യത്തെ ആഴ്ച തന്നെ എനിക്ക് കൺഫർമേഷൻ മെയിൽ വന്നു. അങ്ങനെ അതെല്ലാം ഓക്കെ ആയി ഒരു രീതി ഇങ്ങനെ പോവുകയായിരുന്നു. അപ്പോഴാണ് ഇതുവരെ എൻ്റെ വീട്ടുകാർക്ക് മാത്രം അറിയുന്ന ഒരു കാര്യം ഞാൻ കൂട്ടുകാരോട് പോലും പറഞ്ഞിട്ടില്ല. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വഴി ജർമ്മനിയിൽ ഒരു സ്കൂളിൽ അഡ്മിഷൻ എടുത്തു തരാൻ അവൻ നോക്കിയായിരുന്നു. അപ്പം ആദ്യം ഞങ്ങൾ മെയിലൊക്കെ അയച്ചു. പുള്ളി പറഞ്ഞു, ഒന്നും പറഞ്ഞില്ല. കുറേ ദിവസമായിട്ട് ഞാൻ അവനോട് ഇടയ്ക്ക് കേടാ എന്നാടാ പുള്ളി ഒന്നും റിപ്ലൈ തരാത്തേ. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, എനിക്കൊരു റിപ്ലൈ തരണമെന്ന്. അങ്ങനെ ഒരു ദിവസം രാവിലെ 5:30 ഞാൻ പ്രാർത്ഥിച്ചപ്പം ഒരു 1.5 മാസം മുമ്പ് അയച്ച മെയിലാണ്. കൃത്യം പിറ്റേ ദിവസം പ്രാർത്ഥിച്ചതിൻ്റെ അന്ന് ഒരു 9:30-10 മണിയായപ്പോൾ എനിക്ക് മെയിൽ വന്നേക്കുക, ഇന്നാണ് നിങ്ങളുടെ സൂം മീറ്റിംഗ്, ഈ സൂം മീറ്റിംഗ് നിങ്ങൾ പങ്കെടുക്കണം, വൈകുന്നേരം 7 മണിക്കാണ് സൂം മീറ്റിംഗ് എന്ന് പറഞ്ഞു. എനിക്കറിയത്തില്ല എന്ത് ചെയ്യണം. പ്രാർത്ഥിക്കുന്നതെല്ലാം പിറ്റേ ദിവസം നടക്കുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും വിഷമം വരുന്ന കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ ഉടമ്പടി ഉഴപ്പുന്നുണ്ടല്ലോ, അതാണ് എൻ്റെ ഏറ്റവും സങ്കടം. ഇത്രയും ചെയ്തിട്ടും എന്നെ കൈവിടാതെ എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം വരും. പിന്നെ ഞാൻ പ്രാർത്ഥിക്കും. എന്നിട്ട് ഞാൻ ജർമ്മനിയിലുള്ള ഇൻ്റർവ്യൂവിന് വേണ്ടി ഇരിക്കുക. അതപ്പോൾ ഒരു ജർമ്മൻകാരനാണ് ഇൻ്റർവ്യൂ നടത്തുന്നത്. അപ്പം എനിക്ക് ഒരു പരിജ്ഞാനവും ഇല്ല, കാരണം B1 പാസ്സായിട്ട് പോലും ഇല്ല. B1 ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി പാസ്സായതാണ്. B1 മാത്രമേ ഉള്ളൂ. B2 എന്നൊരു സംഭവം ഞാൻ പഠിച്ചിട്ടില്ല, ഇതുവരെ പഠിച്ചിട്ടില്ല. ഒരക്ഷരം പോലും B2 പഠിച്ചിട്ടില്ല. ആകപ്പാടെ കൂട്ടുകാരെന്തെങ്കിലും പറയും, അത് ജസ്റ്റ് ഒന്ന് കേൾക്കും, ഇങ്ങ് പോരും. എന്നിട്ട് ഞാൻ ജർമ്മൻ്റെ ഇൻ്റർവ്യൂവിന് വേണ്ടി വൈകുന്നേരം ഒരുങ്ങിയിരിക്കുക, അവരുടെ സൂം മീറ്റിങ്ങിന് വേണ്ടി. AC ഫുള്ളായിട്ടിട്ട് ഞാൻ വേർത്തൊഴുകും. എനിക്ക് പേടിയാണ്, കാരണം ഒന്നും പറയാൻ അറിയത്തില്ല ജർമ്മൻ. അപ്പം ഞാൻ മാതാവിനോട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എടുത്ത് എൻ്റെ അടുത്ത് വെച്ചു, ബൈബിൾ എടുത്ത് എൻ്റെ അടുത്ത് വെച്ചു, അതുപോലെ തന്നെ ഉപ്പെടുത്ത് വെച്ചു, കാശ് രൂപ എല്ലാം ഞാൻ കൈ പിടിച്ച് എൻ്റെ കയ്യിൽ എൻ്റെ പൊന്ത ഞാൻ കയ്യെ കെട്ടിയിട്ടേക്കുക. എന്നിട്ട് ജർമ്മൻ്റെ ഇൻ്റർവ്യൂ വന്നു. ഭയങ്കര ടെൻഷനായിരുന്നു. ടെൻഷനൊക്കെ ആയിട്ടും പുള്ളി എല്ലാം ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എന്നോട് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചുള്ളൂ. ഞാൻ എങ്ങനെയാണ് പറഞ്ഞതെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഞാൻ ജസ്റ്റ് 1-2 വാക്യത്തിൽ മാത്രം ജസ്റ്റ്
ഗ്രാമാറ്റിക് പോലും ശരിയല്ലാതെ വർത്തമാനം പറഞ്ഞു. എന്നിട്ട് ഞാൻ മാതാവിനോട് അന്നേരം കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്, മാതാവി എനിക്കിത് കഴിയുമ്പോഴേ തന്നെ ഇത് പാസ്സായെന്നൊന്ന് പറയണേ, ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാനുള്ളൊരു അവസരം ഉണ്ടാകലേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് തന്നെ ആ സൂം മീറ്റിംഗ് കഴിയുമ്പോൾ തന്നെ പുള്ളി പറഞ്ഞു നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ടെന്ന്. അത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് അറിയത്തില്ല, ഞാനിതെല്ലാം അപ്പം അമ്മേനെ വിളിച്ച് അല്ലെങ്കിൽ അച്ചാച്ചനെ വിളിച്ച് പറയും. അപ്പം അച്ചാച്ചനാണെങ്കിലും പണ്ട് തൊട്ട് തന്നെ ചെറുപ്പത്തിൽ തൊട്ട് ഒരു മാതാവിൻ്റെ ഫോട്ടോ കണ്ടാലും ഒന്ന് കുമ്പിടാതെയോ എവിടെ പോയാലും ഒരു മാതാവിനെ കാണുമ്പോൾ ഒരു എത്രയും തിളമാതെ ചെല്ലിക്കാതെ സമ്മതിക്കാതായിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കും എനിക്ക് മാതാവിനോട് ഒത്തിരി ഇഷ്ടമുണ്ട്. അങ്ങനെ അതെല്ലാം ഓക്കെ ആയി എല്ലാ സമാധാനത്തിലിരിക്കുമ്പോഴാണ് ലാസ്റ്റ് സമയത്ത് പ്രതിസന്ധികളും വരുമെന്ന് പറയുന്നത് ശരിയാണ്. ഹൈദരാബാദിൻ്റെ മെയിൽ വന്നു, നിങ്ങൾക്ക് കൺഫർമേഷനാണ്, എല്ലാം വന്നു. ഒരു ദിവസം ഉച്ചയ്ക്ക് നോക്കിയപ്പോൾ എനിക്ക് മെയിൽ വന്നേക്കുക, ഹൈദരാബാദിൽ നിന്നുള്ളത് നിങ്ങൾക്ക് ക്യാൻസലായിപ്പോയി. അപ്പം ഞാൻ അവരെ വിളിച്ചു, എന്തുകൊണ്ടാണ് ക്യാൻസലായി? അപ്പോൾ അവർ പറഞ്ഞു നമ്മൾ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തായിരുന്നു ഞങ്ങൾ, അത് അവിടെ പൈസ ചെന്നോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അവിടെ അവർക്ക് ചെല്ലുന്നത് ഒന്നെങ്കിൽ റീഫണ്ട് ആക്കണം അല്ലെങ്കിൽ പൈസ അവിടെ ചെക്ക് ചെയ്തെന്ന്. അപ്പോൾ അവർക്കത് കിട്ടിയത് റീഫണ്ട് എന്നുള്ളൊരു ഓപ്ഷനായിട്ടാണ്. അപ്പോൾ അവർ റീഫണ്ട് ചെയ്യാൻ റെഡിയായി, അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി കിട്ടുമെന്ന് പറഞ്ഞു. എനിക്ക് ആകെ വിഷമമായി. ഞാൻ എൻ്റെ ഏജൻറ്റുമായിട്ട് ചേട്ടനോട് സംസാരിച്ചു, ചേട്ടൻ വിളിക്കുന്നു, ഞാനും വിളിക്കുന്നു, അവർ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഒരു സമയം ഒരു 2:45 കഴിഞ്ഞായിരുന്നു. അപ്പം ഞാൻ ഒരു 3 മണിക്ക് എന്നും പ്രയർ ചെല്ലുന്ന ഒരാളായിരുന്നു, എന്നുമില്ല ഒരു കുറച്ച് കാലമായിട്ട്. അപ്പം 3 മണിക്ക് ഞാനാണെങ്കിൽ എന്തെങ്കിലും വരട്ടെ മാതാവ് നോക്കിയോളൂ എന്ന് ഓർത്ത് ഞാനൊരു കരണക്കൊന്ത എല്ലാം വേണ്ടി ഇരിക്കുക. അപ്പം ഒരു രണ്ടാമത്തെ കരണക്കൊന്തയുടെ ഇതായപ്പോഴത്തേക്കും ഒരു കോൾ വന്നു എൻ്റെ ഫോണിൽ. എൻ്റെ പോക്കറ്റിൽ തന്നെ ഫോൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് എടുക്കണോ, ഞാൻ ഓർത്തു ഇനി കിട്ടിയാലും കുഴപ്പമില്ല കിട്ടിയാലും കുഴപ്പമില്ല, പ്രാർത്ഥന കഴിഞ്ഞിട്ട് എടുത്താൽ മതി എന്നുള്ളൊരു ഉറച്ച് തീരുമാനത്തിൽ ഞാൻ ഫോൺ എടുത്തേയില്ല. അവസാനം ഞാനാണെങ്കിൽ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഫോൺ എടുത്തപ്പോൾ ചേട്ടാ വിളിച്ചു, എടാ ഇന്ന് തന്നെ ഒരു 21,200 രൂപ അടയ്ക്കുവാണെങ്കിൽ നമുക്ക് ആ ഡേറ്റ് തന്നെ കിട്ടും, മറ്റേ പൈസ റീഫണ്ട് ആകുമെന്ന് പറഞ്ഞു. ഈ പൈസ മൊത്തം ഞാൻ മറിച്ചേക്കുന്ന വീട്ടിലെല്ലാം പറയാനൊരു പേടി. കാരണം നമുക്ക് ഗോയിത്തയുടെയും ജർമ്മൻ്റെയും എക്സാമിൻ്റെ കാര്യം വീട്ടിൽ പറഞ്ഞാൽ അത്ര മനസ്സിലാവുമല്ലോ, ഇങ്ങനെയായി കാര്യങ്ങൾ എങ്ങനെയായി കാര്യങ്ങൾ. ഞാൻ എന്നിട്ട് അത് പിന്നെ ചേച്ചിയോട് പറഞ്ഞ് ചേച്ചി വേറെ എവിടുന്നോ എനിക്ക് എടുത്തു തന്ന് ആ പൈസ അടച്ചു. അങ്ങനെയാണ് അത് കൺഫർമേഷൻ ആകുന്നത്. അതിനുശേഷം ഞാനാണെങ്കിൽ ഹൈദരാബാദിൽ നിന്ന് കൊച്ചിയിലോട്ട് പോയി എക്സാം എഴുതാൻ വേണ്ടി. അപ്പം എക്സാം എഴുതാൻ പോകുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, എടാ നീ വല്ലതും പഠിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, ഞാൻ കൃപാസനത്തിന് ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ, അതാ എനിക്ക് ആകെ ഒരു ഇതുള്ളൂ. അപ്പം ഞാൻ ഹോസ്റ്റലായിരുന്നപ്പോഴും പലരും പ്രാർത്ഥിക്കുക, അങ്ങനെയല്ല പ്രാർത്ഥന ഇല്ലാത്തവരായിരുന്ന സമയത്തും ഞാൻ രാവിലെ കേൾക്കും പ്രാർത്ഥിക്കും, അങ്ങനെയായിരുന്നു. അപ്പം അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ ഒരു കൂടെയുള്ള ഒരു അക്രമസ്ഥനായ ഒരാളെ ഞാനിവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചു. ഇന്നും എൻ്റെ കൂടെ ഒരാൾ വന്നിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഞാൻ ചെയ്യിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതുപോലെ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ എക്സാം എഴുതാൻ പോകാൻ നേരം എന്നോട് പറഞ്ഞാടാ ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ആടാ ഞാൻ ഉറപ്പായിട്ടും പ്രാർത്ഥിക്കാം. ഞാൻ എല്ലാ ദിവസമൊന്നും പള്ളിയിൽ പോയിട്ടില്ലായിരുന്നു. പക്ഷേ അവൻ്റെ എക്സാം വന്ന ദിവസം രാവിലെ ഞാൻ പള്ളിയിൽ പോയപ്പം എൻ്റെ ഒരു രണ്ടാമത്തെ ഉടമ്പടിയുടെ മെഴുകുതിരി അവിടെ തീരാതെ ഇരിപ്പുണ്ടായിരുന്നു. പുതിയതായിട്ട് ഒരു പച്ചത്തിരി നീലതിരി. ഞാനത് അൽഫോൻസാമയുടെ പള്ളിയിൽ കൊണ്ടുപോയി കത്തിച്ച് അവന് വേണ്ടി പ്രാർത്ഥിച്ചു. അവൻ എക്സാം എഴുതി. അപ്പം അവൻ എക്സാം എഴുതിയപ്പോൾ അവൻ ആ ഒറ്റ എഴുത്തിന് തന്നെ 3 മൊഡ്യൂൾ പാസ്സായി, കഴിഞ്ഞ എഴുത്തിനും എല്ലാ മൊഡ്യൂളും പാസ്സായി. അതുപോലെ തന്നെ എന്നിട്ട് ലാസ്റ്റ് കൊച്ചിയിൽ എക്സാം ആകാറായി. കൊച്ചിയിൽ എക്സാം ആയപ്പം ഞാൻ അന്നത്തെ ദിവസം ഉറങ്ങാതിരുന്ന് പഠിക്കുക. എനിക്ക് കരച്ചിൽ വരുന്നുണ്ട്, കാരണം ഒന്നും തീരുന്നില്ല, പഠിച്ചതെല്ലാം മറന്നു പോവുക. എന്തോരം പഠിച്ചിട്ടും മറന്നു പോയിക്കൊണ്ടിരിക്കുക. 1 മിനിറ്റ് പുസ്തകം വായിച്ചിട്ട് അപ്പുറത്തോട്ട് ചെല്ലുമ്പോൾ അപ്പുറത്ത് മറന്നു പോവുക. അവസാനം ഞാനാണെങ്കിൽ രാത്രി 2 മണി സമയത്ത് ഞാൻ കയറി കിടന്നു. 3 മണിയായപ്പോൾ ഏറ്റു. 3 മണിക്ക് ഞാൻ കാരണം ഉച്ച കഴിഞ്ഞാൽ എക്സാം ഗൊയ്തയുടെ വരുന്നത് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ 3 മണിക്ക് ആ പ്രയർ ചെല്ലാൻ പറ്റില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ 3 മണിക്ക് ഏറ്റ് പ്രയർ ചെല്ലിയതിന് ശേഷം പിന്നെയും പഠിക്കാൻ തുടങ്ങി. പള്ളിയിൽ പോയി. അപ്പോൾ ഞാൻ വചനം എടുത്തപ്പം എനിക്ക് ഒത്തിരി ഞാൻ കരഞ്ഞ് ഒരു വചനം എടുത്തു. അപ്പോൾ എനിക്ക് കിട്ടിയ വചനം എന്ന് പറഞ്ഞത് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നുള്ളൊരു വചനമായിരുന്നു. അപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ജയിച്ചില്ലേലും കുഴപ്പമില്ല, ഒരു വചനം നമുക്കിങ്ങനെ നമ്മോട് സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പം അതിന് മുമ്പ് തൊട്ട് തന്നെ ഞാനും എൻ്റെ അമ്മയും വീട്ടിൽ വചനം എഴുതുന്നുണ്ടായിരുന്നു. അങ്ങനെ വചനം എഴുതിയാണ് ഈ 2 ബുക്ക്. ഞാൻ എക്സാമിന് പോകുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ വചന ബുക്കിൽ 900 വചനമായിരുന്നുള്ളൂ. 100 വചനം കൂടെ എഴുതാൻ സമയം ഉണ്ടായിരുന്നു, പക്ഷേ എഴുതാനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു പരീക്ഷയ്ക്ക് തോറ്റാലും കുഴപ്പമില്ല, എനിക്ക് വചനം തീർത്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ ആ 1000 വചനം എഴുതി. അത് കഴിഞ്ഞ് എന്നോട് ഇവിടുത്തെ ബ്രദർ പറഞ്ഞായിരുന്നു ജർമ്മൻ പഠിക്കുമെന്ന് പറഞ്ഞപ്പം ജർമ്മനിയിലുള്ള ബൈബിൾ വായിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ജർമ്മനിയിലുള്ള ബൈബിൾ അങ്ങനെ വായിക്കാനുള്ള സമയം കിട്ടുന്നില്ലായിരുന്നു. വേണേ സമയമുണ്ട്, ഞാൻ സമയം എടുക്കുന്നില്ലായിരുന്നു. ലാസ്റ്റ് എനിക്കിങ്ങനെ കാണിച്ചെന്നല്ല എനിക്കൊരു തോന്നി, എന്നാൽ ജർമ്മനിലുള്ള വചനം എഴുതിയേക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാനാണെങ്കിൽ ജർമ്മനിലുള്ള വചനം എഴുതാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഒരു 1/2 മണിക്കൂർ ജർമ്മനിലുള്ള വചനം എഴുതും. അപ്പോൾ എൻ്റെ വചനത്തിൻ്റെ ഇതും അങ്ങ് മാറാൻ തുടങ്ങി. ലാസ്റ്റ് ഞാൻ കൊച്ചിയിലുള്ള എക്സാമിന് പോകുന്നതിന് തൊട്ട് മുമ്പ്
എനിക്ക് വീട്ടിൽ നിന്ന് പോയപ്പോൾ ഞാനാണെങ്കിൽ ഇവിടുത്തെ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ വചനങ്ങളും എല്ലാം കേൾക്കുന്ന സമയത്ത് നമ്മൾ ഞാൻ കേട്ടിട്ടുണ്ട് ഉപ്പ്, എണ്ണ, നമ്മുടെ കാശുരൂപ ഇതെല്ലാം ഭയങ്കര അനുഗ്രഹമുള്ളതാണ്. അതെനിക്ക് അറിയുകയും ചെയ്യാം. അപ്പം ഞാൻ എന്നാ വെച്ച് കഴിഞ്ഞാൽ ആരും കാണാതെ ഒരു ചെറിയൊരു തുണിക്കകത്ത് ഒരു കുറച്ച് ഉപ്പെടുത്ത് ഒരു കിഴി കെട്ടിക്കൊണ്ട് എൻ്റെ പോക്കറ്റിലിട്ടു. അതുപോലെ തന്നെ കുറച്ച് ഉപ്പെടുത്ത് എൻ്റെ പോക്കറ്റിൽ ചുമ്മാ വെതറിയിട്ടു. എന്നിട്ട് എണ്ണ എടുത്ത് ഞാൻ എൻ്റെ നെറ്റിയെ കുരിശ് വരച്ചിട്ടാണ് എക്സാം ഹാളിലോട്ട് പോകുന്നത്. എക്സാം ഹാളിൽ പോയപ്പം രാവിലത്തെ എക്സാം എഴുതിയവരെല്ലാം പാടാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പേടിയാകാൻ തുടങ്ങി. ഉച്ച കഴിഞ്ഞാണ് എൻ്റെ എക്സാം. ഞാൻ എക്സാം ഹാളിൽ കയറിയപ്പം എനിക്കറിയാവുന്ന ക്വസ്റ്റ്യൻസാണ്, പക്ഷേ അറിയത്തുമില്ല. എനിക്ക് മൊത്തം മറന്നു പോകുന്നൊരു ഇതുപോലെയായി. ഞാൻ അപ്പം തന്നെ കൃപാസന മാതാവിനെ ഓർത്തിട്ട് ആരും കണ്ടില്ല എൻ്റെ പോക്കറ്റിൽ കിടന്ന ഉപ്പെടുത്ത് കുറച്ച് ഞാൻ ആ 2 ക്വസ്റ്റ്യൻ പേപ്പറിലും പയ്യെ തൂളി. എന്നിട്ട് ഞാൻ ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് എക്സാം എഴുതി. എന്നിട്ട് എക്സാം എല്ലാം എഴുതി പുറത്തിറങ്ങിയപ്പോൾ നമുക്ക് ഒന്നും അറിയത്തില്ല. ഒരു കോൺഫിഡൻസ് ഉണ്ട് എന്നാൽ ഒരു പേടി. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം മുമ്പ് ഒരു മാസം മുമ്പ് ചേട്ടായി വിളിച്ച് പറഞ്ഞു, ഇപ്പം പരീക്ഷ എഴുതുന്നവരെല്ലാം തോക്കുക, കൊച്ചി ഭയങ്കര വിജയശതമാനം കുറവാന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി. ഞാൻ എൻ്റെ കൂട്ടുകാരന്മാരെല്ലാം വിളിച്ച് പറയുമ്പോൾ അവർ പറഞ്ഞു, എടാ പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ ജയിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അതേ ഒരു വിശ്വാസമുള്ളൂ. അപ്പം ഞാൻ എൻ്റെ മാതാവിനോട് ഇവിടെ കൃപാസനത്തിൽ വന്ന് ലാസ്റ്റ് ഉടമ്പടി എടുത്തപ്പോൾ നേർന്നായിരുന്നു, ഇനി ഇവിടെ ഒരു സാക്ഷ്യം പറയാതെ ഞാനൊരു ഉടമ്പടി എടുക്കുകയില്ല. എനിക്കൊരു സാക്ഷ്യം പറയണം, എന്തെങ്കിലും ആയിക്കോട്ടെ, ജർമ്മൻ കിട്ടുന്നതല്ല, ഞാൻ പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും ഒരു നിയോഗം എനിക്ക് സാധിച്ചു തന്നെ എനിക്കൊരു സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം ഇവിടെ കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. അങ്ങനെ ആ ഒരു നിയോഗം പറയാൻ വേണ്ടി ഞാനിങ്ങനെ അപ്പോൾ എപ്പോഴും മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കും, മാതാവേ എന്നെ ജർമ്മൻ പരീക്ഷ മാതാവ് തോൽപ്പിച്ചോ, കുഴപ്പമില്ല, എന്നാലും വേറെ എന്തെങ്കിലും എനിക്ക് ഒരെണ്ണം പറയാൻ, എനിക്ക് ഈ ആൾക്കാരെ കയറി നിൽക്കാനൊരു അവസരം ഉണ്ടാകണമെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചായിരുന്നു. കാരണം എന്നെപ്പോലെ ഒരാൾ വന്ന് പറയുമ്പോൾ കുറച്ചെങ്കിലും ഒരാൾക്കൊരു ഇൻസ്പിറേഷൻ ആകുമല്ലോ എന്ന് ഓർത്താൽ. കാരണം നമ്മളൊരു ഇത്രയും ഈ കാലത്ത് എല്ലാവരും, എനിക്കറിയാം എൻ്റെ കുറേ കൂട്ടുകാരെ ഒരു വിശ്വാസമില്ലാതെ എല്ലാം നുണയാ, ഇത് ഈ കൃപാസനത്തിൽ വരുന്നവരും നുണയാന്ന് പറഞ്ഞ കൂട്ടുകാരെ എനിക്കറിയാം. അപ്പം ഞാൻ പറയുന്ന വഴി ഒരാളെങ്കിലും ഇതിലേക്ക് വരുമെന്ന് ഒരു ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ പറയുന്നത്, മാതാവ് എനിക്കൊരു സാക്ഷ്യം പറയാനുള്ള അവകാശം തരണേന്ന്. അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഞാൻ B1 മാത്രം പഠിച്ച ഒരാളാണ്. B2 എന്നൊരു ഇത് പഠിച്ചിട്ടേ ഇല്ല, B2ൻ്റെ ക്ലാസ് കയറിയിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം വരെ റിസൾട്ട് ഇങ്ങനെ വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഞാൻ മാതാവിനോട് ആദ്യം പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് ജർമ്മൻ്റെ എക്സാം എഴുതിയിട്ട് ഞാൻ 2 മൊഡ്യൂളായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. ആ 2 മൊഡ്യൂൾ പാസ്സാവുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ടായിരിക്കും എൻ്റെ റിസൾട്ട് വന്ന കേസ് ഞാൻ പുറത്ത് പറയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞില്ല. ഇന്നലെ വൈകുന്നേരം 7:10 എനിക്ക് മെയിൽ വന്നു, റിസൾട്ട് വന്നു പറഞ്ഞ്. എനിക്ക് കരയണോ ചിരിക്കണോ ഒന്നും അറിയത്തില്ല, ഭയങ്കര പേടിയുള്ളിൽ. ഞാൻ ഓടിപ്പോയി കൃപാസന മാതാവിൻ്റെ എണ്ണ എടുത്ത് ആദ്യമേ തലയിൽ ഒരു കുരിശ് വരച്ചു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ തുറക്കാൻ പോവുക, നീ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ എനിക്കറിയത്തില്ല, തോറ്റുപോയാലും പിന്നെ എഴുതാമെന്നറിയാം, പക്ഷേ എനിക്ക് ആ സാക്ഷ്യം പറയാതിരിക്കാൻ പറ്റില്ല. അന്ന് ഞാൻ പറഞ്ഞു, റിസൾട്ട് വരുന്ന എന്നാണോ അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ഇവിടെ വന്നിരിക്കുമെന്ന് ഞാൻ അതുപോലെ ഉറപ്പ് പറഞ്ഞിട്ടിരിക്കുക. ഞാനാണെങ്കിൽ എൻ്റെ കാശുരൂപം തൊട്ട് പ്രാർത്ഥിക്കുന്നു, എണ്ണ തൊട്ട് പറയുന്നു, ബൈബിൾ എടുത്ത് വായിക്കുന്നു. ലാസ്റ്റ് ഞാൻ എൻ്റെ ഫോണിലാണെങ്കിൽ എൻ്റെ നമ്പർ അടിച്ച് തുറന്നു നോക്കി കഴിഞ്ഞപ്പം എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. B2 പഠിക്കാത്ത ഒരാളാണ് ഞാൻ. 60 മാർക്ക് വേണം പാസ്സാകാൻ 100-ൽ. എനിക്ക് 2 മൊഡ്യൂളാണ് ഞാൻ എഴുതിയിരുന്നത്. എനിക്ക് കിട്ടിയത് ഒരെണ്ണത്തിന് 100-ൽ 80-ഉം ഒരെണ്ണത്തിന് 100-ൽ 70-ഉം. B2 പഠിക്കാത്ത ഒരാളാണ് ഞാൻ. B1 മാത്രം, അതും B1ൻ്റെ എക്സാം എഴുതാതെ ഞാൻ മറ്റേ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ചാടിപ്പോയ ആളാണ്. ചാടിപ്പോയെന്ന് വെച്ചാൽ എഴുതാൻ ഒരു മടിയുണ്ടായിരുന്നു, ഞാൻ ഇറങ്ങിപ്പോയി. B2 മാത്രം പഠിക്കണമെന്നുണ്ട്. പിന്നെ ഞാൻ പഠിച്ചില്ല എന്ന് പറയുന്നില്ല, പക്ഷേ അത് കൂട്ടുകാർ വഴി ചുമ്മാ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ. പക്ഷേ B2ൻ്റെ ഇപ്പോഴും എന്നോട് ഇവിടെ ആരെങ്കിലും എന്നോട് B2ൻ്റെ ഒരു കാര്യം ചോദിക്കുമോ, അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഗ്രാമാറ്റിക് ചെയ്താൽ എനിക്കറിയത്തില്ല പറയാൻ. ഇങ്ങനെ തന്നെയാണ് ഞാൻ ആ ജർമ്മൻകാരൻ്റെ മുമ്പിൽ ഇരുന്നത്. എവിടുന്നോ എനിക്ക് ഓർമ്മ വന്നു പറഞ്ഞു. എന്നിട്ട് ഒന്നും പഠിക്കാതെ പോയി എനിക്ക് എനിക്ക് B2ൻ്റെ 100-ൽ 80 മാർക്കും 100-ൽ 70 മാർക്കും 8 തവണ എഴുതിയിട്ട് കിട്ടാത്ത ആൾക്കാരെ ഇപ്പോഴും എനിക്കറിയാം. ഇത് തന്നെ. അതുപോലെ തന്നെ ഞാൻ ഇത്രയും നേരം ആലോചിച്ചിട്ടുണ്ട്, നീ ഒരു സാക്ഷ്യം പറയണോ വേണ്ടയോ വേണ്ടത്. കാരണം പലർക്കും അത് എങ്ങനെയായിരിക്കും എടുക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചു. കാരണം നമ്മുടെ സ്ഥലം ഇടുക്കി തന്നെ ആയതുകൊണ്ട് നമുക്കവിടെ കൂടുതലും കൃഷിയാണ്. അപ്പം കൊറോണ വന്ന സമയത്ത് എനിക്ക് ഈ കൃഷിയൊക്കെ ഇച്ചിരി ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇച്ചിരി ഏലക്കൃഷിയൊക്കെ ചെയ്തു. ഒരു 10-300 ഏലം ഞാൻ വച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പേരിലൊരു ബൈക്കും എടുത്തു. CC ഉള്ളതുകൊണ്ട് വട്ടത്തിൽ ഇങ്ങനെ വട്ടം കറങ്ങുമായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഇതിപ്പോൾ 4-ാം വർഷമാണ്. അപ്പം ഈ വർഷമൊക്കെയാണ് ഇച്ചിരൊക്കെ കിട്ടേണ്ടത്, പിന്നെ വിലയുള്ള സമയമാണ്. ഞാനിങ്ങനെ ആലോചിച്ചിരുന്ന സമയത്ത് ഞാൻ ഹൈദരാബാദായിരുന്നു എക്സാമിന് വേണ്ടി പോയേക്കുക. അപ്പം വെള്ളം ഒഴിക്കാൻ സാധിച്ചില്ല. ഈ പ്രാവശ്യത്തെ വെയിൽ എല്ലാവർക്കും അറിയാലോ, എല്ലാ ചെടിയും ഉണങ്ങാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഹൈദരാബാദിൽ നിന്ന് വന്നപ്പോൾ അച്ചാച്ച പറഞ്ഞു, ഇനിയിപ്പോൾ ആ ഏലം വെട്ടിക്കളയാനേ ഒരു വഴിയുള്ളൂ, അല്ലാതെ നിനക്കിനി കിട്ടുമെന്ന് എനിക്ക് തോന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്നാലും പറഞ്ഞു പഴയ ചിമ്പൊക്കെ പോയിട്ടുള്ളൂ, പുതിയതൊക്കെ നിപ്പുണ്ടെന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു വിശ്വാസമുണ്ട്. അപ്പം ഞാനന്ന് അച്ചാച്ചോട് ഉച്ചയ്ക്ക് പറഞ്ഞു, ഏതോ ഒരു ധ്യാനത്തിൽ ഞാൻ കേട്ടൊരു വചനം ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലാതെ മഴ പെയ്യില്ല, മഞ്ഞ് വീഴില്ല എന്നൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞിട്ട് ചിരിച്ച് കളിച്ചാൽ നടന്നു. എന്നിട്ട് രാത്രി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാൻ സമയമായപ്പം ഞാനാണെങ്കിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. അന്ന് ഒരു നിയോഗം വച്ചില്ല. കാരണം എല്ലാ ദിവസവും ഞാൻ നിയോഗം വെക്കുവാണെങ്കിൽ ഞാൻ ഇവിടെ നമ്മൾ
എഴുതിയിട്ട് 5 നിയോഗം പ്രാർത്ഥിക്കുന്ന ആളാണ്. അന്ന് ഞാൻ ഒരു നിയോഗം വെച്ചില്ല. ഞാൻ ആകെപ്പാടെ വെച്ച നിയോഗം, കർത്താവേ ഒരു മഴ പെയ്യണേ, മാതാവേ എനിക്ക് വേണ്ടി മഴ പെയ്യണേ. കാരണം 3-4 വർഷം കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്, പോയി കഴിഞ്ഞാൽ വണ്ടി എടുത്ത് വിൽക്കാനേ പറ്റുള്ളൂ, എല്ലാവർക്കും വേണ്ടിയല്ലേ, ഒരു മഴ പെയ്യണേ എന്ന് പറഞ്ഞ് ഞാൻ ചുമ്മാ അമ്മയുടെ അടുത്തൊക്കെ ഒന്ന് പോയി പുറത്ത്. അത്രയും നേരം അന്ന് ഭയങ്കര വെയിലുള്ളൊരു ദിവസമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാശം ഒട്ടും ഇരുണ്ടിട്ടില്ല, ഫുൾ തെളിഞ്ഞ് കിടക്കുന്നത്. ഞാനത് പറഞ്ഞ് എൻ്റെ വാതിൽ തുറന്ന് അമ്മയോട് ഒരു 5 മിനിറ്റ് വർത്താനം പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി നോക്കിയപ്പോൾ ദേ ഇടി വെട്ടാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ, ദേ മഴ പെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നിൽക്ക്, മഴ പെയ്യട്ടെ എന്ന് പറഞ്ഞു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് നല്ലൊരു മഴ അങ്ങ് പെയ്തു. എനിക്ക് ഇതിപ്പോൾ ഞാൻ പറയണോ വേണ്ടെന്ന് പലതവണ ആലോചിക്കാൻ, കാരണം പലർക്കും ഇതൊരു യുക്തിക്ക് നിരക്കുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ എനിക്ക് കിട്ടിയൊരു സാക്ഷ്യം ഞാൻ എന്തിനാ പറയാതിരിക്കുന്നത്? മാതാവ് നന്നായിട്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത്രയും ദിവസം മഴ പെയ്യാതെ ഉണങ്ങി നിന്ന ദിവസം ഞാൻ വന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് മാതാവിനോട് മഴ തരണമെന്ന് പ്രാർത്ഥിച്ച് അന്ന് തന്നെ ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് റൂമിൻ്റെ പുറത്തിറങ്ങിയപ്പോൾ ഇടി വെട്ടാൻ തുടങ്ങി. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഏലം മൊത്തം, അവിടുത്തെ പ്രദേശത്തുള്ള ഏലം മൊത്തം നനയുന്ന രീതിയിൽ, പിന്നെ വെള്ളം ഒഴിക്കേണ്ടാത്ത രീതിയിൽ മഴ പെയ്തു. പിന്നെയും വെയിൽ വന്നു. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് ഉത്തരം തല്ലി. ഉടമ്പടി എൻ്റെ ജീവിതത്തിൽ തന്നെ പിന്നെ എനിക്ക് പ്രാർത്ഥനാ ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് വെച്ചാൽ, ഞാൻ പണ്ടൊക്കെ ഒരു 1.5 മാസം 2 മാസം കൂടെ കുമ്പസാരിക്കുന്ന ഒരാളായിരുന്നു. ഞാൻ കൃത്യമായിട്ട് ഇപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കും. അത് എവിടെയാണെങ്കിലും ശരി. ഞാൻ ഹൈദരാബാദ് ആയിരുന്നപ്പോൾ ശരി, എനിക്ക് അറിയത്തില്ലാത്തൊരച്ഛനാണ്. ഞാൻ അച്ഛനെ വിളിച്ച് ചോദിച്ചു, അച്ഛാ എനിക്കൊന്ന് കുമ്പസാരിക്കണം. അച്ഛൻ പറഞ്ഞു രാവിലെ വന്നേക്കാൻ പറഞ്ഞു. ഞാൻ പോയി കുമ്പസാരിച്ചു. എവിടെയാണേലും 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറ്റുന്ന പോലെ എന്നെക്കൊണ്ട് പാവങ്ങളെ ഞാൻ സഹായിക്കുന്നുണ്ട്. അത് വേറെ ആരും കാണിക്കാൻ വേണ്ടില്ല, നമുക്ക് പറ്റുന്ന പോലെ ചെറുതായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്രൈസ്തവരായിട്ടുള്ളവരെ ഞാൻ 2-3 പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് തന്നെ എൻ്റെ കൂടെ ഒരു കൊച്ചു വന്നിട്ടുണ്ട്, ഞാൻ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെയാണ് എനിക്ക് ഉടമ്പടി വഴി കുറച്ചും കൂടെ ജീവിതത്തിൽ വളർച്ച നേടാനും മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കാനും പറ്റിയത്. ഷാഹിക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മ മാതാവിനും തിരുക്കുമാരനും എൻ്റെ കോടാനുകൂടി നന്ദി. ഞാനിവിടെ നിൽക്കുമ്പോൾ ആദ്യം എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് എൻ്റെ മമ്മി പറഞ്ഞൊരു വചനമാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 12-ാം വാക്യം. എന്താണ് പറയേണ്ടതെന്ന് ആ നിമിഷത്തിൽ പരിശുദ്ധാത്മാവിനോട് പറയും, പരിശുദ്ധാത്മാവിനെ പഠിപ്പിക്കും. ഈ ഒരു വചനം പണ്ടും എൻ്റെ മമ്മിയോട് പറയാനുള്ള വചനമാണ്. അപ്പം ഞാനിവിടെ നിൽക്കുമ്പോൾ ഞാനൊട്ടും പ്രിപ്പയർഡൊന്നുമല്ല, പക്ഷേ ഞാൻ എൻ്റെ അനുഭവം ഞാൻ പങ്കുവയ്ക്കുവാണ്. എൻ്റെ പേര് ഡോക്ടർ സാലിൻ സെബാസ്റ്റ്യൻ. ഞാൻ ബാംഗ്ലൂരിൽ ആചാര്യ ആൻഡ് BM റെഡ്ഡി കോളേജ് ഓഫ് ഫാർമസിയിൽ ഡോക്ടർ ഓഫ് ഫാർമസി കോഴ്സ് കഴിഞ്ഞ ഒരാളാണ്. ഞാൻ ആദ്യമായി കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത് 2017-18 കാലഘട്ടത്തിലാണ്. എൻ്റെ അമ്മയാണ് ആദ്യമായിട്ട് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞത്. ആദ്യമായി എൻ്റെ അമ്മ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞ സമയത്ത് ഞാൻ അമ്മയോട് അങ്ങോട്ടേക്ക് പറഞ്ഞത് ഇതൊക്കെ തെറ്റാണ് എന്നാണ്, ഇതൊക്കെ ഒരു തെറ്റായ വിശ്വാസമാണ് എന്നാണ് ഞാൻ അമ്മയോട് ത്രൂ കോൾ, ഫോണിലൂടെ ഞാൻ സംസാരിച്ചത്. ഫോണിലൂടെ എൻ്റെ മമ്മിയോട് ഞാൻ പറഞ്ഞത്. മമ്മിക്ക് ഒരുപാട് വിഷമമായി. ഞാൻ ആ കോൾ കട്ട് ചെയ്തു. കോള് കട്ട് ചെയ്ത് മിനിറ്റുകൾ പോലും ആയില്ല, കുറച്ച് സെക്കൻഡ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ടൊരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്തു. ഒരുതരം ശ്വാസം മുട്ടൽ പോലെ, ഒരുതരം ഇറങ്ങുന്നൊരു ഫീലിംഗ്, ഇവിടെ നെഞ്ചിൽ ഇറങ്ങുന്നൊരു ഫീലിംഗ്. എനിക്ക് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരു ഭയങ്കര ഭാരം ഉള്ളിൽ ഫീൽ ചെയ്തു. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുറിയിലായിരുന്നു. അവരെല്ലാവരും പലവിധ കാര്യങ്ങളിൽ എൻഗേജ്ഡായിരുന്നു. എനിക്കൊരു പ്രൈവറ്റ് സ്പേസ് വേണമായിരുന്നു. എനിക്ക് ആ ഒരു മൊമെൻറ്റ് എൻ്റെ കർത്താവിനോടും എൻ്റെ അമ്മയോടും പ്രാർത്ഥിക്കണമായിരുന്നു. അപ്പോൾ ഞാൻ കയറി ചെന്നത് ബാത്റൂമിലേക്ക്. കാരണം അത് മാത്രം എനിക്ക് പ്രൈവറ്റ് സ്പേസേ കിട്ടിയുള്ളായിരുന്നു. ഞാൻ ബാത്റൂമിൽ കയറി ഞാൻ മുട്ടയെ കുത്തി. ഞാൻ അപ്പം തന്നെ പ്രാർത്ഥിച്ചു, കർത്താവേ ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. എനിക്കറിയത്തില്ല, ഞാൻ പറഞ്ഞ തെറ്റാണെന്ന് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്, എന്നോട് ക്ഷമിക്കണേ എന്നാണ് ഞാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ആദ്യമായി അറിയാതെ അവിടെ ഇരുന്ന് കരഞ്ഞും പോയി. അതിനുശേഷം വിത്തിൻ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ആ വേദന മാറി, ഡിസ്കംഫേർട്ട് മാറി. പക്ഷേ ഈ ഒരു എക്സ്പീരിയൻസ് അതെങ്ങനെ ഡിഫൈൻ ചെയ്യണം എന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. അതിനുശേഷവും ഞാൻ അതേ കോളേജിൽ എൻ്റെ പഠനം കണ്ടിന്യൂ ചെയ്തു. ഞാൻ കോളേജിൽ അത്യാവശ്യം വളരെ നല്ല രീതിയിൽ ഉഴപ്പി സപ്ലിയൊക്കെ അടിച്ച് പഠിച്ചൊരു വിദ്യാർത്ഥിയാണ് ഞാൻ. 3rd ഇയറാണ് എൻ്റെ മമ്മി ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തു. എൻ്റെ എക്സാമിൻ്റെ കാര്യമൊക്കെ സൂചിപ്പിച്ചു. 3rd ഇയർ ഞങ്ങൾക്ക് 6 വിഷയമാണ്. എനിക്ക് സപ്ലി അടക്കം 8 വിഷയമാണ് ഒരൊറ്റ സ്ട്രെച്ചിൽ എഴുതേണ്ടി വന്നത്. പല ദിവസവും എനിക്ക് രാവിലെ എക്സാമുണ്ട്, ഉച്ചയ്ക്കും എക്സാമുണ്ട്. ബാക്ക് ടു ബാക്ക് എക്സാം ആയിരുന്നു. ഞാൻ ഹൈലി അണ്ടർ പ്രിപ്പയർഡ് ആയിരുന്നു. കാരണം 2 എക്സാമുണ്ട്, അപ്പം പ്രിപ്പയർ ചെയ്യൽ ഈസി അല്ല. പക്ഷേ ഈ എക്സാമൊക്കെ തന്നെ വളരെ അനായാസം ഞാൻ ക്ലിയറായി പോയി. ഈ സമയത്തൊക്കെ തന്നെ
എൻ്റെ മമ്മി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കാര്യം അതിൽ പ്രത്യേകം നിയോഗമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എക്സാം പാസ്സാവുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ പാസ്സായ കാര്യം മമ്മിയോട് പറഞ്ഞപ്പോൾ മമ്മി അപ്പോഴും പറഞ്ഞു, ഒരു ദിവസം, ഏതെങ്കിലും ഒരു ദിവസം കൃപാസനമ്മയുടെ മുന്നിൽ നീ പോകണം, നീ സംസാരിക്കണം എന്ന് അന്ന് മമ്മി എന്നോട് പറഞ്ഞായിരുന്നു. അതിനുശേഷം 2020 എൻ്റെ എക്സാമിന് മുന്നോടിയായിട്ട് മമ്മി എന്നോട് ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 2020 എന്ന് പറയുന്നത് കൊറോണയുടെ സമയമാണ്. ആ സമയത്ത് ഒരുപാട് ലോക്ക്ഡൗൺ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു. ആ എക്സാമിന് വളരെ ഹൈ മാർക്സോടെ ഞാൻ പാസ്സായി. പക്ഷേ പാസ്സായതിന് ശേഷം ഞാൻ വീണ്ടും എൻ്റെ പഴയ ഡെയിലി റുട്ടീനിലേക്ക് പോയി. ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചെല്ലാതെയായി. വീണ്ടും ആ ഒരു ഉഴപ്പിൻ്റെ ആ ഒരു ജീവിത രീതികളിലേക്ക് ഞാൻ വീണ്ടും തിരികെ പോവുകയായിരുന്നു. അതിനുശേഷം വീണ്ടും ഈ പറയുന്നത് പോലെ വാട്ട് ഗോസ് അറൗണ്ട് കംസ് അറൗണ്ട് എന്ന് പറയുന്നത് പോലെ വീണ്ടും എൻ്റെ കർത്താവിനെ വീണ്ടും എന്നെ അവിടെ തിരിച്ചെത്തിച്ചു എന്നുള്ളതാണ്. 2021 ഞാൻ എൻ്റെ പഠനമൊക്കെ കംപ്ലീറ്റ് ആക്കി ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്ന സമയത്താണ് ഞാൻ ക്യാപ്സ്, നോളേജ് അസസ്മെൻറ്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് എന്ന ഓസ്ട്രേലിയൻ എക്സാമിനെ കുറിച്ച് ഞാൻ അറിയുന്നത്. ഞാൻ ഈ എക്സാമിനെ കുറിച്ച് അറിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ മനസ്സിലാക്കി എനിക്ക് ഈ എക്സാം ഇപ്പം അറ്റൻഡ് ചെയ്യാനുള്ള യോഗ്യതയില്ല. കാരണം എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇതൊരു സമയം വേസ്റ്റാണ് എന്ന് ഞാൻ പറഞ്ഞ് എൻ്റെ വീട്ടുകാരും പറഞ്ഞു, എന്നാൽ നമുക്ക് ഡ്രോപ്പ് ചെയ്തേക്കാം, ഈ പരിപാടിക്ക് നിൽക്കേണ്ട. പക്ഷേ പെട്ടെന്നൊരു ഉൾവിളി എനിക്കുണ്ടായി, ഒന്ന് ബൈബിൾ വായിക്കാം, ഒന്ന് പ്രാർത്ഥിച്ച് ബൈബിൾ വായിക്കാം. ബൈബിൾ വായിച്ചപ്പോൾ എനിക്ക് ഒരു പോസിറ്റീവായൊരു ഫീലിംഗ് കിട്ടി. ഞാൻ ആ കോച്ചിങ് കണ്ടിന്യൂ ചെയ്തു. അപ്പോഴും ഞാൻ സ്വന്തമായിട്ട് ആദ്യത്തെ ഉടമ്പടി ഞാൻ തെറ്റിച്ചതിന് ശേഷം ഞാൻ സ്വന്തമായിട്ട് ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. ഞാൻ അപ്പോഴും എൻ്റെ മമ്മി എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. 2022 എൻ്റെ കോച്ചിങ് കഴിഞ്ഞ് ഞാൻ എക്സാം എഴുതാൻ പോകുമ്പോൾ എൻ്റെ മമ്മിയുടെ ഉടമ്പടി കാശ് രൂപ എനിക്ക് തരുന്നു. എന്നോട് പറഞ്ഞു, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഈ കാശ് രൂപം പിടിച്ച് നീ അങ്ങ് എക്സാമിന് ചെന്നാൽ മതി. ആ കാശ് രൂപം തന്ന കൂട്ടത്തിൽ 2 കാര്യം കൂടെ മമ്മിക്ക് തന്നായിരുന്നു. 1 ഉടമ്പടി തൈലം, 2 ഇവിടുത്തെ ഉപ്പ്. ഞാൻ എക്സാം ഹോളിൽ കയറുന്നതിന് മുന്നേ ഈ ഉപ്പ് അവർ പ്രത്യേകം പറയുന്നുണ്ട്, ഒന്നും എക്സാം ഹോളിനുള്ളിലേക്ക് ക്യാരി ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഞാൻ വളരെ ആരും കാണാതെ കുറച്ച് ഉപ്പെടുത്തു. ഞാൻ ഉപ്പെടുത്ത് ഉള്ളിൽ കയറുമ്പോഴൊക്കെ എൻ്റെ കയ്യിൽ ഉപ്പുണ്ട്. അപ്പോൾ സെക്യൂരിറ്റി നമ്മളെ ഫ്രിസ്ക് ചെയ്യും, നമ്മൾ ഫുൾ ബോഡി ചെക്ക് ചെയ്യും. അപ്പോഴൊക്കെ എൻ്റെ കൈ മടക്കി പിടിച്ചിരിക്കും, കാരണം എൻ്റെ കയ്യിൽ ഉപ്പുണ്ട്. പക്ഷെ എൻ്റെ കൈ തുറക്കാൻ പോലും അവർ പറഞ്ഞില്ല. എൻ്റെ ഒരു കൈ ഓപ്പൺ ആണ്, ഒരു കൈ ക്ലോസ് ആണ്. അവർ അപ്പോഴും എന്നോട് കൈ തുറക്കാനൊന്നും എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. അത് വളരെ എനിക്കെന്തോ അത്ഭുതമായിട്ട് ഫീൽ ചെയ്തു. കാരണം ആര് കൈ മടക്കി ചെന്നാലും സ്വാഭാവികമായിട്ട് ഒരു കൈ തുറക്കാൻ പറയും, കാരണം വിലച്ചിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട്. ഞാൻ ഉള്ളിൽ കയറിയപ്പോൾ നമുക്ക് ആകെ അലൗഡായ ID കാർഡ് എന്ന് പറയുന്ന പാസ്പോർട്ടാണ്. ഞാൻ പാസ്പോർട്ടിൽ ഈ ഉപ്പ് ഞാൻ കുറച്ച് അങ്ങോട്ടേക്ക് വെച്ചു, പാസ്പോർട്ട് അടച്ചു വെച്ചു. ഞാൻ ഇരുന്ന കമ്പ്യൂട്ടർ ടേബിളിൻ്റെ മുമ്പിൽ ഉപ്പിട്ടു, ഞാൻ ഇരുന്ന കസേരയിൽ ഉപ്പിട്ടു, ഞാൻ ഉപയോഗിച്ച മൗസിൽ ഉപ്പിട്ടു. സോ എക്സാം എഴുതാൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ 10-11 ക്വസ്റ്റ്യൻസ് ഒന്നുമേ എനിക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ്. ഞാൻ പതറി, കാരണം കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനാണ്, ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഈ എക്സാമിന് പോയത്. ഞാൻ ഫെയിലാകും എന്ന് ഞാൻ അങ്ങ് ആത്മാർത്ഥമായി ഞാൻ വിശ്വസിച്ച ഒരു നിമിഷമായിരുന്നത്. തകർന്നു പോയി, ഒരുപാട് സങ്കടം തോന്നി. അപ്പോഴെൻ്റെ മമ്മി പറഞ്ഞ വാക്കുകൾ എനിക്ക് ഓർമ്മ വന്നു, നിനക്ക് എന്ത് ധൈര്യം ചോർന്നു പോകുന്ന നിമിഷം ഉണ്ടായാലും വേറൊന്നും ചെയ്യേണ്ട, ഒരു വിശ്വാസ പ്രമാണം ചൊല്ലുക, അതിനുശേഷം ഉടമ്പടിക്ക് ആശീർവാദം ചേർത്തങ്ങ് പിടിക്കുക, പിന്നെ വാട്ട് എവർ ഹാപ്പൻസ് നീ മുന്നോട്ടേക്ക് പൊക്കോ, ഒരു ശക്തിക്ക് നിന്നെ തടയാൻ പറ്റത്തില്ല എന്ന് മമ്മി പ്രത്യേകം പറഞ്ഞിരുന്നു. ഞാൻ അതുപോലെ ചെയ്തു. ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടിക്ക് ആശീർവാദം ഞാൻ ചേർത്ത് പിടിച്ചു. ഞാൻ ഓരോ ഉത്തരങ്ങളും എഴുതി. അങ്ങനെ 2 പേപ്പർ 4 സബ്ജക്റ്റ് നിറഞ്ഞ ആ എക്സാമിനേഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ പുറത്തിറങ്ങിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത്, ഒന്നാമത്തെ പേപ്പറിൽ 2 സബ്ജക്റ്റ് ഉണ്ട്. ആ 2 സബ്ജക്റ്റിനും 50% മാർക്ക് ഇൻഡിവിജ്വലായിട്ട് വേണമായിരുന്നു. അപ്പോൾ അതിലൊരു വിഷയത്തിന് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് എങ്ങനെ പോയാലും 40% വരുന്നുള്ളൂ. എനിക്ക് വീണ്ടും ഒരുപാട് സങ്കടമായി. എന്നെ പലരും വിളിക്കുന്നു, എന്നെ കൺസോൾ ചെയ്യിക്കുന്നു, എന്നെ സ്വാതന്ത്ര്യപ്പെടുത്തുന്നു.
അപ്പോഴും ഞാൻ വീട്ടിൽ വിളിച്ച് ഞാൻ സങ്കടത്തോടെ സംസാരിക്കുമ്പോൾ മമ്മി പറഞ്ഞു, നീ എന്തിനാടാ പേടിക്കുന്നത്, നീ ഒരു വിശ്വാസിയല്ലേ, നീ ഓൾറെഡി നീ വിശ്വാസത്തോടാണ് എക്സാം എഴുതിയത്, നീ ഉടമ്പടി കാശ് രൂപം ചേർത്ത് പിടിച്ചാണ് എക്സാം എഴുതിയത്, നീ വിശ്വാസത്തോടെ എക്സാം എഴുതി കഴിഞ്ഞിട്ട് പിന്നെ നീ എന്തിനാ വീണ്ടും അവിശ്വാസിയെ കൊണ്ട് പെരുമാറുന്നത്? വിശ്വാസിയായ വിശ്വാസിയാണ്, മരണം വരെ വിശ്വാസിയാണ്, അത് കഴിഞ്ഞും വിശ്വാസിയാണ്. നീ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്ക്, നീ അതിന് വലിയ അത്ഭുതം നീ കാണും എന്ന് പറഞ്ഞു. ഞാൻ മമ്മി പറഞ്ഞപ്പോഴും ഞാൻ അത്രയും എനിക്കറിയാം, ഞാൻ കാരണം ആ ഒരു നിമിഷം അത്രയും കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനൊക്കെ എഴുതിയതുകൊണ്ട് ഞാൻ ലോജിക്കലി തിങ്ക് ചെയ്യുമായിരുന്നു. ഞാൻ കൂട്ടിയാകുമ്പോഴേക്കും 40% വരുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ എക്സാം ഫെയിലാകും എന്ന് തന്നെയാണ് ആ ഒരാഴ്ച ഞാൻ വിശ്വസിച്ചിരുന്നത്. അൺടിൽ ആ റിസൾട്ട് ഒരു നിമിഷം എനിക്ക് മനസ്സിലായി ഞാൻ എക്സാം പാസ്സായി. അത് ഇപ്പോഴും എനിക്ക് അത് അത്ഭുതമായിട്ടല്ലാതെ വേറൊന്നും എനിക്ക് പറയാനില്ല. കാരണം അത് ഏത് അവിശ്വാസി വന്ന്, ഏത് തത്വചിന്തവും വന്ന്, എന്ത് ഫിലോസഫി ചോദിച്ചാലും, എന്ത് ലോജിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയാലും അവിടെ ഒരു വലിയൊരു അത്ഭുതം സംഭവിച്ചത്. 40% ചുമ്മാ 10% കൂടത്തില്ലല്ലോ. അത് വലിയൊരു അനുഭവമായിരുന്നു. അത് എക്സാം എഴുതി കഴിഞ്ഞ് ഞാനിവിടെ വന്നു. ആദ്യമായി നവംബർ 11, 2022 ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ വെച്ച എൻ്റെ ഒന്നാമത്തെ നിയോഗം എന്ന് പറയുന്നത്, എനിക്കൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. നിങ്ങളെല്ലാവരും കേട്ടൊരു വാചകമായിരിക്കാം, നമ്മൾ സംസാരിക്കുമ്പോഴാണ് നമ്മൾ ആരാണ് എന്താണ് എന്ന് മറ്റുള്ളവർക്ക്, സമൂഹത്തിന്, ലോകത്തിന് മനസ്സിലാവുന്നത്. നമുക്ക് പരസ്പരം സംസാരിക്കണമെങ്കിൽ കണ്ണിൽ നോക്കി വളരെ കോൺഫിഡൻ്റായിട്ട് സംസാരിക്കണം. പക്ഷെ എനിക്കൊരു കുഴപ്പമുണ്ട്, എനിക്ക് ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ ഒരു ജഡ്ജ്മെൻ്റൽ ആറ്റിറ്റ്യൂഡാണ്. അവരെക്കുറിച്ച് ഒരു തെറ്റായ കാഴ്ചപ്പാട്, ഒരു തെറ്റായ ജഡ്ജ്മെൻറ്റ് വരുമായിരുന്നു. ഇത് എന്നെ ഒരുപാട് കാലങ്ങളായിട്ട് എന്നെ പിന്തുടരുന്ന ഒരു വലിയൊരു പരീക്ഷണമായിരുന്നു. ഉടമ്പടി എടുത്തു. എൻ്റെ ഒന്നാമത്തെ നിയോഗം ഞാൻ വളരെ ക്ലിയർ ആയിരുന്നു. എൻ്റെ ഒന്നാമത്തെ നിയോഗം ഇതായിരുന്നു ഞാൻ വെച്ചത്. എനിക്ക് ഒരു വ്യക്തിയെ കാണുമ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് ഒരു തെറ്റായ ചിന്തകളോ ജഡ്ജ്മെൻ്റൽ തിങ്കിങ്ങോ ഒന്നുമില്ലാതെ എനിക്ക് സംസാരിക്കാൻ പറ്റണമെന്ന്. ഉടമ്പടി എടുത്ത 2ാമത്തെ ദിവസം ഞാൻ രാത്രി കിടന്നുറങ്ങി, രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് എന്തോ ഒരു ഡിഫറെൻറ്റ് ഫീലിംഗ്. ഞാൻ എല്ലാവരെയും കാണുന്നു, സംസാരിക്കുന്നു. എനിക്ക് ആ ഒരു പോരായ്മ ഉണ്ട് എന്ന കാര്യം ഞാൻ പാടെ മറന്നുപോയി. ആ ഒരു പോരായ്മ എന്നിൽ നിന്നും കംപ്ലീറ്റ്ലി മാഞ്ഞു പോയി എന്ന് ഞാൻ റിയലൈസ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ദിവസങ്ങളെടുത്തു. കാരണം പിന്നെ എനിക്ക് അങ്ങനെ ഒരു പോരായ്മ ഉള്ളതായിട്ട് പോലും എനിക്ക് ഫീൽ ചെയ്യുന്നില്ലായിരുന്നു. എനിക്ക് കോൺഫിഡൻ്റായിട്ട് സംസാരിക്കാം, എന്നും ചെയ്യാം, എത്ര മണിക്കൂർ വരെ സംസാരിക്കാം. എനിക്കൊരു തെറ്റായ ചിന്തയോ ജഡ്ജ്മെൻ്റൽ തിങ്കിങ്ങോ ഒന്നും വരുന്നില്ല. ഞാനിപ്പം ഇന്നിവിടെ നിൽക്കുമ്പോൾ ഞാനൊരു അധ്യാപകൻ കൂടിയാണ്. എൻ്റെ കീഴിൽ ഓൾമോസ്റ്റ് 150-ൽ പരം സ്റ്റുഡൻസ് പാസ്സായിട്ടുണ്ട്. അതൊന്നും എൻ്റെ ക്രെഡിറ്റ് ആണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അവരുടെ അധ്വാനത്തോടൊപ്പം തന്നെ അമ്മയുടെ മാധ്യസ്ഥവും തിരുക്കുമാര അനുഗ്രഹമാണെന്ന് ഞാൻ നിസ്സംശയം ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നു. 2ാമതായിട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ PTE എക്സാമിനേഷനാണ്. PTE എക്സാമിനേഷൻ എന്ന് പറയുന്നത് പിയേഴ്സൺ ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് എന്ന് പറയും. അപ്പം നമ്മൾ ഏതൊരു പുറത്തേക്ക് പോകേണ്ട ഒരു ഇക്വാലൻസി എക്സാം എഴുതി കഴിഞ്ഞാലും ഇതുപോലുള്ളൊരു ലാംഗ്വേജ് എക്സാം എഴുതണം. ലാംഗ്വേജ് എക്സാം എഴുതി നല്ല മാർക്ക് കിട്ടിയാൽ നമുക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അവിടെ PR കിട്ടാൻ സാധ്യത കൂടുതലാണ്. എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ കിട്ടിയത് 7 ദിവസമാണ്. 7 ദിവസം കൊണ്ട് എന്നോട് പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതണമെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. എനിക്കറിയാം അതൊന്നും പ്രാക്ടിക്കലല്ല. ഞാൻ കഷ്ടപ്പെട്ട് 10 ദിവസം സമയം ഞാൻ ചോദിച്ചു എൻ്റെ അധികൃതരോട്. 10 ദിവസം കൊണ്ട് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ പ്രാർത്ഥിച്ചു. ഇപ്പോഴും നിങ്ങളുടെ മുമ്പിൽ ഞാൻ തുറന്നു പറയാണ്, ഞാൻ പ്രിപ്പയർ ചെയ്ത സമയത്തേക്കാൾ കൂടുതൽ ഞാൻ സമയം ചെലവഴിച്ചത് പ്രാർത്ഥിക്കാനാണ്. ഞാൻ എക്സാം എഴുതി. അതിൽ 4 മോഡ്യൂളുണ്ട്. സ്പീക്കിംഗ്, റൈറ്റിംഗ്, ലിസണിങ്, റീഡിങ് എന്ന് പറഞ്ഞ 4 മോഡ്യൂളുണ്ട്. എല്ലാ മോഡ്യൂളിലും ഫുൾ മാർക്ക് എനിക്ക് കിട്ടി. അത് 90 ഔട്ട് ഓഫ് 90 ഓരോ മോഡ്യൂളിലും കിട്ടി. എൻ്റെ റിസൾട്ട് കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇതൊരു ഡെമോ റിസൾട്ടാണ്. അതായത് ഇങ്ങനെയാണ് റിസൾട്ടിൻ്റെ ഫോർമാറ്റ്, ഇങ്ങനെയാണ് എന്ന് കാണിക്കാനായിട്ട് അവരൊരു ഫുൾ ഇങ്ങനെ അയച്ചു തന്നാണ് ഞാൻ വിശ്വസിച്ചത്. പിന്നെ ഞാൻ വീണ്ടും ആ പേജ് റിഫ്രഷ് ചെയ്തപ്പോൾ മനസ്സിലായി അതൊരു ഡെമോ റിസൾട്ട് അല്ല, എൻ്റെ സ്വന്തം റിസൾട്ടാണ്. അത് വളരെ ഒരു സന്തോഷമായിരുന്ന നിമിഷമായിരുന്നു. കാരണം എനിക്ക് ഒരുപാട് ഇംഗ്ലീഷോ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അത് ഒരുപാട് സന്തോഷം തന്ന വളരെ അത്ഭുതകരമായൊരു കാരുണ്യത്തിൻ്റെ നിമിഷമായിരുന്നു.
എൻ്റെ മാതാവിനും മധ്യസ്ഥയ്ക്കും എൻ്റെ കർത്താവിൻ്റെ അനുഗ്രഹത്തിനും ഞാൻ ഇന്നും നന്ദി പറയുന്നു. PT ഒക്കെ കഴിഞ്ഞു, ഞാൻ വിസയ്ക്കൊക്കെ വെച്ചു. ആദ്യമായി ഒരു വിസയ്ക്ക് വെച്ചു. വിസ എനിക്ക് മാത്രം, ആ കൂട്ടത്തിൽ എനിക്ക് മാത്രം വിസയുടെ വിളി വന്നു. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്ക് വിസ റിജക്ഷൻ കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഒരു നിമിഷം ഞാൻ ആലോചിച്ചു, എൻ്റെ വിശ്വാസങ്ങളൊക്കെ വീണ്ടും തെറ്റിപ്പോവുകയാണോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. തെറ്റാണ്, അങ്ങനെ ചിന്തിക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ ഒരു നിമിഷം, തകർന്ന നിമിഷത്തിൽ ഞാൻ ചിന്തിച്ചു പോയി. പക്ഷേ ശരിയാണ്, ഒരു വാതിൽ അടയുമ്പോൾ കർത്താവ് അതിലും മനോഹരമായ വേറൊരു വാതിൽ നമുക്ക് വേണ്ടി തുറന്ന് അവിടെ കാത്തിരിപ്പുണ്ടാവും. അത് വലിയൊരു ശരിയാണെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. രണ്ടാമത് ഇപ്പം ഒരു ഡിഫറെൻറ്റ് വിസയ്ക്ക് വെച്ചു. ആ വിസ കിട്ടി. ഈ മാസം 14-ാം തീയതി ഞാൻ ഓസ്ട്രേലിയക്ക് പോവുകയാണ്. വിസയ്ക്ക് വെക്കുന്ന സമയത്ത് വിസയുടെ അധികൃതരോട് പ്രത്യേകം പറഞ്ഞു, ഇപ്പം നിലവിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്, അതുകൊണ്ട് ഒരുപാട് സമയം എടുത്തേക്കാം എന്നതിന് പ്രത്യേകം പറഞ്ഞു. 1 മാസമോ 2 മാസമൊക്കെ എടുത്തേക്കാമെന്ന് പറഞ്ഞു. അപ്പം വിസ വെച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ എനിക്ക് മെഡിക്കൽ കോൾ വന്നു. 7 ദിവസത്തിനുള്ളിൽ എനിക്ക് വിസ അടിച്ച് കൈ കിട്ടി. അത് ഓസ്ട്രേലിയക്കുള്ള വിസ അങ്ങനെ കിട്ടുന്നത് വളരെ അപൂർവമാണ്. ഇവിടെയുള്ള എല്ലാവർക്കും വേണമെങ്കിൽ അത് അന്വേഷിച്ച് നോക്കാം. അതുകൊണ്ടാണ് ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ പറയുന്നത്. ഇതൊക്കെ കൂടാതെ എൻ്റെ പപ്പയെ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുകയാണ്. പപ്പയ്ക്ക് ഒരു ചെറിയൊരു ലിവർ കണ്ടീഷൻ ഉണ്ടായിരുന്നു, ലിവർ സിറോസിസ്. ഇവിടെ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള എല്ലാവർക്കും അറിയാം, ലിവർ സിറോസിസ് എന്ന് പറയുന്നത് ഒരു ഇറിവേഴ്സിബിൾ കണ്ടീഷനാണ്. അതായത് ഒരു തവണ വന്നു കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് ഉണ്ടാവും. അതിൻ്റെ സിംറ്റംസ് നമ്മൾ മരുന്ന് കൊടുത്തും മറ്റ് ദുശീലങ്ങൾ ഒഴിവാക്കി നമ്മളതിനെ കൺട്രോൾ ചെയ്യണം, അതിൻ്റെ സിംറ്റംസിനെ. ഞാൻ ഉടമ്പടി 2ാമത് പുതുക്കിയപ്പോൾ എൻ്റെ നിയോഗങ്ങളിൽ ഏറ്റവും പ്രധാനമായിരുന്നു ഇത്, പപ്പയുടെ ഈ ഒരു ഹെൽത്ത് കണ്ടീഷൻ. റീസെൻ്റ്ലി ഹെൽത്ത് ചെക്കപ്പ് ചെയ്തപ്പോൾ ലിവർ സിറോസിസിൻ്റെ ഒരു സാധ്യതകളും അവിടെ ഇല്ല. ഞാനും ഒരു ഡോക്ടറാണ്, ഞാനും ചെയ്യുന്നത് ഇതേ പ്രൊഫഷനാണ്. എനിക്കും മെഡിക്കലി ആൻഡ് ലോജിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു അത്ഭുതമാണ് ഇവിടെ സംഭവിച്ചത്. ഇപ്പോൾ ലിവർ സിറോസിസിൻ്റെ ഒരു ലക്ഷണങ്ങളും അവിടെ ഇല്ല. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞത് വളരെ എന്നെക്കൊണ്ട് പറ്റുന്ന ഏറ്റവും ചെറിയൊരു കാര്യമാണ്. എനിക്ക് എങ്ങനെ ഇതിൽ കൂടുതൽ പറയാൻ എനിക്ക് അറിയത്തില്ല. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത പിന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ബൈബിൾ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനുശേഷം അതിന് മുന്നേയൊക്കെ ബൈബിൾ എപ്പോഴേലൊക്കെ വായിക്കും, അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ വായിക്കുമ്പോൾ കേട്ട് നിൽക്കും എന്ന രീതിയായിരുന്നു. പക്ഷേ ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി, വചനങ്ങളെ പരിചയപ്പെടാൻ തുടങ്ങി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വചനമാണ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ആദ്യം അവിടുത്തെ രാജ്യത്തെയും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം അവിടെ നിങ്ങൾക്ക് തരും. അതിനെക്കുറിച്ചൊന്നും വറീഡാവേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കിയ വേറൊരു കാര്യമാണ്, കർത്താവ് ആഗ്രഹിക്കുന്നത് ബലിയേക്കാൾ കൂടുതൽ കരുണയാണ്. ഇവിടെ ഉടമ്പടി എടുത്ത പിന്നെ ഉടമ്പടി പത്രിക കൊടുക്കുവാനും രോഗികളുടെ സമയം ചെലവഴിക്കുവാനും എന്നോട് സഹായം ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് സഹായം ചെയ്യാൻ സാധിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. അവരുടെ സങ്കടങ്ങൾ അറിയുമ്പോൾ, അവരോട് സംസാരിക്കുമ്പോൾ, അവരുടെ സങ്കടങ്ങൾ അവരുടെ കൂടെ സങ്കടപ്പെടുമ്പോൾ അവിടെ ഒരു വലിയൊരു ദൈവിക അനുഭവം. കാരണം സങ്കടത്തോടൊരു കോൺവെർസേഷൻ സ്റ്റാർട്ട് എങ്കിലും അവസാനം ആ ഒരു കോൺവെർസേഷൻ എൻഡ് ചെയ്യുമ്പോൾ രോഗിയും ഞാനും പരസ്പരം ചിരിച്ചുകൊണ്ടാണ് അവിടുന്ന് പോകുന്നത്. അത് ഒരു രോഗിയെ കാണുമ്പോൾ എന്താണ് സംസാരിക്കേണ്ടത് പോലും എനിക്കറിയത്തില്ല. പക്ഷേ ആ സമയത്ത് ഞാൻ ആദ്യം സൂചിപ്പിച്ച വചനം പോലെ പരിശുദ്ധാത്മാവ് എന്താണ് പറയേണ്ടതെന്ന് വളരെ വ്യക്തവും കൃത്യവുമായി എന്നെ പഠിപ്പിച്ചു തന്നു എന്നുള്ളതാണ്. ഒരുപാട് മാറ്റങ്ങൾ ഉടമ്പടി എടുത്തപ്പിന്നെ സംഭവിച്ചു. ഈ മാറ്റങ്ങളൊക്കെ തന്നെ എല്ലാത്തിനും ഞാൻ ദൈവത്തിനും എൻ്റെ അമ്മയ്ക്കും ഒരുപാട്, എൻ്റെ കൃപാസന അമ്മയ്ക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു. യെശയ്യാ 43:18-19 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു, കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ മരുഭൂമിയിൽ നദികളും വിജനപ്രദേശത്ത് പാതയും ഒരുക്കും. ഡോക്ടർ സാലിൻ സെബാസ്റ്റ്യൻ തൻ്റെ അനുഭവ സാക്ഷ്യം പങ്കുവച്ചു. ഈ മകൻ്റെ ജീവിതത്തിൽ ദൈവം ഈ മകനിലൂടെ ചൊരിഞ്ഞ
അതായത് ഈ മകന് എങ്ങനെയാണ് മറ്റുള്ളവരെ കർത്താവിൻ്റെ മുഖം അവരിൽ കണ്ടുകൊണ്ട് അവർക്ക് തൻ്റെ ജീവിതത്തിലൂടെ ഇന്ന് അവരെ ശുശ്രൂഷിക്കുവാൻ കഴിയുന്നു. ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ മകൻ തൻ്റെ അനുഭവ സാക്ഷ്യം നമ്മോട് പങ്കുവെച്ച് അവസാനിപ്പിച്ചത്. താൻ ഇവിടെ വരാനുണ്ടായ സാഹചര്യം, തനിക്ക് ഇതൊക്കെ നോൺസെൻസ് എന്ന് പറഞ്ഞ ഒരവസ്ഥയിൽ നിന്ന് തൻ്റെ മമ്മിയോട് പറഞ്ഞതാണ്. അങ്ങനെ പറഞ്ഞ് പിന്നീട് അതിനെക്കുറിച്ച് തനിക്ക് പോലും അറിയില്ല താൻ എന്തിന് അങ്ങനെ പറഞ്ഞു, പിന്നീട് അതിനെക്കുറിച്ച് വിഷമിക്കുന്നുണ്ട്. എന്നാൽ അതാണ് ആ ഒരു പശ്ചാത്താപം, ആ ചിന്തിയ തുളുമ്പിയ ആ കണ്ണുനീർ, അത് അമ്മ കണ്ടു, അമ്മ ഏറ്റെടുത്തു, പരിശുദ്ധ അമ്മ. പിന്നീട് തൻ്റെ സ്വന്തം പെറ്റമ്മ, ഇവിടെ ഓരോ മാതാപിതാക്കളും പ്രത്യേകിച്ച് അമ്മമാർ അവരുടെ മക്കളുടെ മെൻറ്റേഴ്സ് ആകുന്നത് എങ്ങനെയാണെന്ന് പല അനുഭവ സാക്ഷ്യങ്ങളിലൂടെയും നാം കേൾക്കുന്നുണ്ട്. അതായത് തൻ്റെ അമ്മയാണ് തനിക്ക് ധൈര്യം കൊടുത്തത്. പല കാര്യങ്ങളിലും ഇവിടെ ഓരോ എക്സാമിൻ്റെ കാര്യം പറഞ്ഞു, പ്രത്യേകിച്ച് PT എക്സാം. അതിന് മുൻപൊക്കെ ഒത്തിരിയേറെ തനിക്ക് ബാക്കപ്പ് ഉണ്ടായിരുന്നു. അതിലുമൊക്കെ അമ്മ പറഞ്ഞിരുന്നു, നീ ഉടമ്പടി എടുക്കണം. അങ്ങനെ ഒരു അവസ്ഥയിൽ ആയിരുന്നു എങ്കിലും പിന്നീട് ഈ മകൻ തൻ്റെ അമ്മയുടെ കാശ് രൂപവുമായിട്ടാണ് PT എക്സാം എഴുതാൻ പോകുന്നതും. ഉടമ്പടി കാശ് രൂപം അമ്മ എടുത്ത ഉടമ്പടിയുടേത്. പിന്നീട് എങ്ങനെയാണ് അതിൻ്റെ ഓരോ മോഡ്യൂൾസ്, ആ എക്സാം എങ്ങനെ ഈ മകൻ അറ്റൻഡ് ചെയ്യുന്നു, അതിനുശേഷം തനിക്ക് വ്യഞ്ചരിച്ച ഉപ്പും അതുപോലെ തൈലവും ഇതൊക്കെ ഉപയോഗിക്കുന്നത് എങ്ങനെ, അതിലൂടെയൊക്കെ കിട്ടുന്ന കോൺഫിഡൻസ് എന്ത്. പിന്നീട് ഇവിടെ പറയുകയുണ്ടായി, താൻ എത്ര കൂട്ടിയിട്ടും തനിക്ക് കിട്ടുന്നത് 40% ആണ്. താൻ എന്തായാലും താൻ ഫെയിലാകും എന്നുള്ളത് അടിവരയിട്ട കാര്യമാണ്. എന്നാൽ അത് ഇവിടെ എങ്ങനെയാണ് പിന്നീട് അമ്മ മാതാവ് അതിലെങ്ങനെ ഇടപെട്ടു എന്നുള്ളതാണ്. അതായത് അതുകൊണ്ടാണ് യെശയ്യാ 43:18-19 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നത്, നിൻ്റെ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് നീ ചിന്തിക്കേണ്ട, ഒരു പുതിയ കാര്യമാണ് നമ്മുടെ ജീവിതത്തിലെ ഉടമ്പടിയിലൂടെ വരിക. ഒരു പുതു ചൈതന്യം, ഒരു പുതിയ ഹൃദയം. ഇതെല്ലാം നമുക്ക് നൽകപ്പെടുകയാണ്. നാം ഒന്ന് നമ്മെ തന്നെ ഓപ്പൺ ആക്കിയാൽ മതി. തുറന്ന പാത്രമായിട്ട് നാം ഇരുന്നെങ്കിലേ കർത്താവിന് നമ്മിൽ കൃപകൾ ചൊരിയുവാൻ കഴിയുകയുള്ളൂ. അതൊന്നു മാത്രം നാം ചിന്തിച്ചാൽ മതി. നാം അടഞ്ഞ ഹൃദയത്തോടെ ഇരുന്നാൽ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ കഴിയില്ല. എന്നാൽ നാം നമ്മെ തന്നെ, നമ്മുടെ യോഗ്യതകളെന്ത്, അയോഗ്യതകളെന്ത്, നാം കർത്താവിൻ്റെ മുമ്പിൽ ഒന്നുമല്ല. ഞാനൊരു ഡോക്ടറാണ്, എൻ്റെ പപ്പയുടെ അസുഖം മാറിയത് അത് എനിക്ക് പോലും ചിന്തിക്കാൻ സാധ്യമല്ലാത്ത രീതിയിൽ അത് മാറി. അതൊരിക്കലും മാറില്ലാത്ത കാര്യമാണ്. ഇത് ഈ മകൻ്റെ ഒറ്റപ്പെട്ട സാക്ഷ്യമല്ല, എത്രയോ അനുഭവ സാക്ഷ്യങ്ങൾ ഈ അൾത്താരയിൽ, അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ ഇവിടെ പങ്കുവയ്ക്കുന്നു. ഓരോ ദിവസവും അതിന് കൃപാസനം സാക്ഷ്യമാവുകയാണ്. ഇവിടെ വരുന്ന ഓരോ മക്കളും അതുപോലെ യൂട്യൂബിലൂടെ ഇനി ഇത് കേൾക്കാൻ പോകുന്നവരുമൊക്കെ ഇതിന് സാക്ഷികളായിട്ടുള്ള ഒരു അൾത്താരയാണിത്. അങ്ങനെ പിന്നീട് തനിക്ക് വന്ന മാറ്റങ്ങൾ, വചന വായന, അതിലൂടെയൊക്കെ തനിക്ക് എങ്ങനെ ഈശോയുടെ ഉള്ളറിയുവാൻ സാധിക്കുന്നു. ഈശോയുടെ ഉള്ളറിയുമ്പോൾ ഈശോ നമുക്ക് വേണ്ടി ചെയ്യുന്ന എത്ര കരുണയോടെയാണ് ഈശോ നമ്മെ കാണുന്നത്, പരിപാലിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ നാം ചെയ്യുന്നതൊക്കെ വെറും ഒന്നുമല്ല എന്ന ഒരു ഫീലിങ്സാണ് നമുക്കുണ്ടാവുക. അങ്ങനെ തൻ്റെ ജീവിതത്തെ ആകെ കാച്ചി കുറുക്കി ഇന്ന് ഈ അൾത്താരയിൽ കൊണ്ടുവന്ന് നിർത്തി തന്നെ ഒരു പുതിയ വ്യക്തിയാക്കി അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുവാൻ കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയ ഈ ദൈവത്തിൻ്റെ കരുതലുള്ള സ്നേഹത്തിന് ഈ മകനോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി